ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എവറിഡേ ഐ എം കാൽക്കുലേറ്റിംഗ്. 2024 ഏപ്രിൽ മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 2024 ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലെ കറണ്ട് അഫയേഴ്സ് ഇതിനോടകം തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ചോദ്യങ്ങളിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, 2024 അന്തരിച്ച കലാമണ്ഡലം കേശവദേവ് ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കഥകളി. 2024 അന്തരിച്ച കലാമണ്ഡലം കേശവദേവ് ഒരു കഥകളി നടനാണ്. അദ്ദേഹം കഥകളിയിലെ ചുവന്ന താടി വേഷങ്ങൾ ചെയ്യുന്നതിൽ പ്രമുഖനായിരുന്ന ഒരു കലാകാരനുമാണ്. 2024 അന്തരിച്ച കലാമണ്ഡലം കേശവദേവ് കഥകളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 2024 ഇന്ത്യയും ഏത് രാജ്യവുമായി നടത്തിയ സംയുക്ത സൈനിക അഭ്യാസമാണ് എക്സസൈസ് ലാമിറ്റിയ 2024? ഇന്ത്യയും സീഷെൽസുമായി നടത്തിയ സംയുക്ത സൈനിക അഭ്യാസമാണ് എക്സസൈസ് ലാമിറ്റിയ 2024. 2024 ഇന്ത്യയും സീഷെൽസുമായി നടത്തിയ സംയുക്ത സൈനിക അഭ്യാസമാണ് എക്സസൈസ് ലാമിറ്റിയ 2024. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നൽകുന്ന മാധവ മുദ്ര പുരസ്കാരത്തിന് 2024 അർഹനായത് ആർ രാമചന്ദ്രൻ നായരാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നൽകുന്ന മാധവ മുദ്ര പുരസ്കാരത്തിന് 2024 അർഹനായത് ആർ രാമചന്ദ്രൻ നായർ. കേരളത്തിലെ തെക്കൻ ജില്ലകളിൽ കടലാക്രമണമുണ്ടാകാൻ കാരണമായ പ്രതിഭാസമാണ് സ്വെൽ വേവ്സ്. കേരളത്തിലെ തെക്കൻ ജില്ലകളിൽ കടലാക്രമണം ഉണ്ടാകാൻ കാരണമായ പ്രതിഭാസത്തിന്റെ പേരാണ് സ്വെൽ വേവ്സ്. ഇതിനെ പ്രാദേശികമായി കള്ളക്കടൽ എന്നുമാണ് അറിയപ്പെട്ടത്. സ്വെൽ വേവ്സ് എന്ന ഈ ഒരു പ്രതിഭാസത്തിനെ പ്രാദേശികമായി അറിയപ്പെട്ടത് കള്ളക്കടൽ എന്നാണ്. 2020 ക്രിക്കറ്റിൽ 300 ഡിസ്മിസൽസ് എന്ന നേട്ടം കൈവരിച്ച ആദ്യത്തെ വിക്കറ്റ് കീപ്പർ മഹേന്ദ്ര സിംഗ് ധോണിയാണ്. 2020 ക്രിക്കറ്റിൽ 300 താരങ്ങളെ പുറത്താക്കിയ വിക്കറ്റ് കീപ്പർ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് മഹേന്ദ്ര സിംഗ് ധോണിയാണ്. പെൻ അമേരിക്ക നൽകുന്ന 2024 സാഹിത്യ വിവർത്തന ഗ്രാന്റിന് അർഹയായ മലയാളിയാണ് ഡോക്ടർ വൃന്ദ വർമ്മ. പെൻ അമേരിക്ക നൽകുന്ന 2024 സാഹിത്യ വിവർത്തന ഗ്രാന്റിന് അർഹയായ മലയാളിയാണ് ഡോക്ടർ വൃന്ദ വർമ്മ. ഇംഗ്ലീഷ് ഭാഷയിലേക്കുള്ള വിവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി പെൻ അമേരിക്ക നൽകുന്ന സാഹിത്യ ഗ്രാന്റാണിത്. നീല സൂപ്പർ ജയന്റ് നക്ഷത്രങ്ങളെ കുറിച്ചുള്ള പഠനം നടത്തിയ ഗവേഷണ സംഘത്തെ നയിച്ച മലയാളിയാണ് ഡോക്ടർ ആതിര മേനോൻ. നീല സൂപ്പർ ജയന്റ് നക്ഷത്രങ്ങളെ കുറിച്ചുള്ള പഠനം നടത്തിയ ഗവേഷണ സംഘത്തെ നയിച്ച മലയാളി ഡോക്ടർ ആതിര മേനോനാണ്. 2024 മിയാമി ഓപ്പൺ ടെന്നീസ് പുരുഷ ഡബിൾസ് കിരീടം നേടിയത് ഇന്ത്യയുടെ രോഹൻ ബൊപ്പണ്ണ, ഓസ്ട്രേലിയയുടെ മാത്യു എബ്ഡൺ സഖ്യമാണ്. 2024 മിയാമി ഓപ്പൺ ടെന്നീസ് പുരുഷ ഡബിൾസ് കിരീടം നേടിയത് ഇന്ത്യയുടെ രോഹൻ ബൊപ്പണ്ണ, ഓസ്ട്രേലിയയുടെ മാത്യു എബ്ഡൺ സഖ്യമാണ്. ഹോക്കി ഇന്ത്യ അവാർഡ്സ് 2023 മികച്ച പുരുഷ താരത്തിനുള്ള ബൽബീർ സിംഗ് ട്രോഫിക്ക് അർഹനായത് ഹർദിക് സിംഗ് ആണ്. ഹോക്കി ഇന്ത്യ അവാർഡ്സ് 2023 മികച്ച പുരുഷ താരത്തിനുള്ള ബൽബീർ സിംഗ് ട്രോഫിക്ക് അർഹനായത് ഹാർദിക് സിംഗ് ആണ്. ഹോക്കി ഇന്ത്യ അവാർഡ്സ് 2023 മികച്ച വനിതാ താരത്തിനുള്ള ബൽബീർ സിംഗ് പുരസ്കാരത്തിന് അർഹയായത് സലീമ ടെറ്റയാണ്. ഹോക്കി ഇന്ത്യ അവാർഡ്സ് 2023 മികച്ച വനിതാ താരത്തിനുള്ള ബൽബീർ സിംഗ് ട്രോഫിക്ക് അർഹയായത് സലീമ ടെറ്റയാണ്. ഹോക്കി ഇന്ത്യ അവാർഡ്സ് 2023 മികച്ച ഗോൾ കീപ്പർക്കുള്ള ബൽജിത് സിംഗ് പുരസ്കാരത്തിന് അർഹനായത് PR ശ്രീജേഷ് ആണ്. ഹോക്കി ഇന്ത്യ അവാർഡ്സ് 2023 മികച്ച ഗോൾ കീപ്പർക്കുള്ള ബൽജിത് സിംഗ് പുരസ്കാരത്തിന് അർഹനായത്
PR ശ്രീജേഷ് ആണ്. ഹോക്കി ഇന്ത്യ അവാർഡ്സ് 2023 മേജർ ധ്യാൻചന്ദ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരത്തിന് അർഹനായത് അശോക് കുമാർ ആണ്. മേജർ ധ്യാൻചന്ദ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നേടിയത് അശോക് കുമാർ ആണ്. ഇദ്ദേഹം മേജർ ധ്യാൻചന്ദിന്റെ പുത്രൻ കൂടിയാണ്. 2024 പ്രഖ്യാപിച്ച 2023 ഹോക്കി ഇന്ത്യ അവാർഡ്സ് മികച്ച പുരുഷ താരത്തിനുള്ള ബൽബീർ സിംഗ് ട്രോഫിക്ക് അർഹനായത് ഹാർദിക് സിംഗ് ആണ്. ഹോക്കി ഇന്ത്യ അവാർഡ്സ് 2023 മികച്ച വനിതാ താരത്തിനുള്ള ബൽബീർ സിംഗ് ട്രോഫിക്ക് അർഹയായത് സലീമ ടെറ്റയാണ്. ഹോക്കി ഇന്ത്യ അവാർഡ്സ് 2023 മികച്ച ഗോൾ കീപ്പർക്കുള്ള ബൽജീത് സിംഗ് പുരസ്കാരത്തിന് അർഹനായത് PR ശ്രീജേഷ് ആണ്. ഹോക്കി ഇന്ത്യ അവാർഡ്സ് 2023 മേജർ ധ്യാൻചന്ദ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരത്തിന് അർഹനായത് അശോക് കുമാറുമാണ്. ഖത്തർ ലീഗ് ഫുട്ബോളിൽ കളിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് തഹ്സിൻ മുഹമ്മദ് ജംഷീദ്. ഖത്തർ ലീഗ് ഫുട്ബോളിൽ കളിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ തഹ്സീൻ മുഹമ്മദ് ജംഷീദ് ആണ്. അൽ ദുഹൈൽ എന്ന ടീമിന് വേണ്ടിയിട്ടാണ് തഹ്സീൻ മുഹമ്മദ് ജംഷീദ് കളിക്കുന്നത്. ഏറ്റവും കുറഞ്ഞ ദിവസം കൊണ്ട് 100 കോടി രൂപ കളക്ഷൻ നേടിയ ആദ്യത്തെ മലയാള ചിത്രം ആടുജീവിതമാണ്. ഏറ്റവും കുറഞ്ഞ ദിവസം കൊണ്ട് 50 കോടി രൂപ കളക്ഷൻ നേടിയ ആദ്യത്തെ മലയാള ചലച്ചിത്രവും ആടുജീവിതം തന്നെയാണ്. ഏറ്റവും കുറഞ്ഞ ദിവസം കൊണ്ട് 100 കോടി രൂപ കളക്ഷൻ നേടിയ ആദ്യത്തെ മലയാള ചലച്ചിത്രമാണ് ആടുജീവിതം. ആടുജീവിതം എന്ന ചിത്രം സംവിധാനം ചെയ്തതാരാണ്? ബ്ലെസ്സിയാണ്. 2024 അന്തരിച്ച പാലിയത്ത് രവിയച്ചൻ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് പാലിയത്ത് രവിയച്ചൻ. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ 1000 റൺസും 100 വിക്കറ്റും നേടിയ ആദ്യത്തെ മലയാളിയാണ് അദ്ദേഹം. 2024 അന്തരിച്ച പാലിയത്ത് രവിയച്ചൻ ക്രിക്കറ്റ് താരമാണ്. നിർമ്മിത ബുദ്ധിയെ അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഹിന്ദി ചലച്ചിത്രമാണ് ഇറ. നിർമ്മിത ബുദ്ധിയെ അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഹിന്ദി ചലച്ചിത്രമാണ് ഇറ എന്ന ചിത്രം. ചിത്രം സംവിധാനം ചെയ്തത് സാം ഭട്ടാചാര്യയാണ്. ഏഷ്യൻ അത്ലറ്റിക്സ് കൗൺസിലിന്റെ അത്ലറ്റ്സ് കമ്മീഷൻ അംഗമായി നിയമിതയായത് ഷൈനി വിൽസൺ ആണ്. ഏഷ്യൻ അത്ലറ്റിക്സ് കൗൺസിലിന്റെ അത്ലറ്റ്സ് കമ്മീഷൻ അംഗമായി നിയമിതയായത് ഷൈനി വിൽസൺ ആണ്. 2024 ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ സ്റ്റാർട്ടപ്പ് ഫോറത്തിന് വേദിയായത് ന്യൂഡൽഹിയാണ്. 2024 ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ സ്റ്റാർട്ടപ്പ് ഫോറത്തിന് വേദിയായത് ന്യൂഡൽഹിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജന നഗരസഭയായി മാറിയത് കൊട്ടാരക്കര നഗരസഭയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജന നഗരസഭയായി മാറിയത് കൊട്ടാരക്കര നഗരസഭയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച നഗരസഭയും കൊട്ടാരക്കര നഗരസഭ തന്നെയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജന നഗരസഭ കൊട്ടാരക്കര. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച നഗരസഭയും കൊട്ടാരക്കര നഗരസഭയാണ്. അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കിയ രാജ്യത്തെ ആദ്യത്തെ ജില്ല കണ്ണൂർ ജില്ലയാണ്. അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കിയ രാജ്യത്തെ ആദ്യത്തെ ജില്ലയാണ് കണ്ണൂർ ജില്ല. ATP ടെന്നീസ് റാങ്കിങ്ങിലെ പുരുഷ സിംഗിൾസ് വിഭാഗത്തിലെ ഏറ്റവും പ്രായമേറിയ 1ാം റാങ്കുകാരൻ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് സെർബിയയുടെ നൊവാക് ജോക്കോവിച്ച് ആണ്. ATP ടെന്നീസ് റാങ്കിങ്ങിലെ പുരുഷ സിംഗിൾസ് വിഭാഗത്തിലെ ഏറ്റവും പ്രായമേറിയ 1ാം റാങ്കുകാരൻ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് സെർബിയയുടെ നൊവാക് ജോക്കോവിച്ച് ആണ്. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ പ്രിൻസിപ്പൽ ഡയറക്ടർ ജനറലായി നിയമിതയായത് ഷെഫാലി ബി ശരൺ ആണ്. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ പ്രിൻസിപ്പൽ ഡയറക്ടർ ജനറലായി നിയമിതയായത് ഷെഫാലി ബി ശരൺ. ലോക ഓട്ടിസം അവബോധ ദിനമായി
ആചരിക്കുന്നത് ഏപ്രിൽ 2 ലോക ഓട്ടിസം അവബോധ ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ 2 2024 ലോക ഓട്ടിസം അവബോധ ദിനത്തിന്റെ പ്രമേയമായിരുന്നത് മൂവിംഗ് ഫ്രം സർവൈവിംഗ് ടു ത്രൈവിംഗ്, ഓട്ടിസ്റ്റിക് ഇൻഡിവിജ്വൽസ് ഷെയർ റീജിയണൽ പെർസ്പെക്റ്റീവ്സ് എന്നതാണ്. 2024 ലോക ഓട്ടിസം അവബോധ ദിനത്തിന്റെ പ്രമേയമായത് മൂവിംഗ് ഫ്രം സർവൈവിംഗ് ടു ത്രൈവിംഗ്, ഓട്ടിസ്റ്റിക് ഇൻഡിവിജ്വൽസ് ഷെയർ റീജിയണൽ പെർസ്പെക്റ്റീവ്സ് എന്നതാണ്. അതിജീവനത്തിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് നീങ്ങുന്നു, ഓട്ടിസ്റ്റിക് വ്യക്തികൾ പ്രാദേശിക കാഴ്ചപ്പാടുകൾ പങ്കിടുന്നു എന്നതാണ് 2024 ലോക ഓട്ടിസം ദിനത്തിന്റെ പ്രമേയമായിരുന്നത്. 2024 ഫോബ്സ് അതിസമ്പന്നരുടെ പട്ടികയിൽ ഇടം നേടിയ മലയാളി വനിതയാണ് സാറ ജോർജ് മുത്തൂറ്റ്. 2024 ഫോബ്സ് അതിസമ്പന്നരുടെ പട്ടികയിൽ ഇടം നേടിയ മലയാളി വനിത സാറ ജോർജ് മുത്തൂറ്റാണ്. പട്ടികയിൽ 38ാം സ്ഥാനത്താണ് സാറ ജോർജ് മുത്തൂറ്റുള്ളത്. 2024 ഫോബ്സ് അതിസമ്പന്നരുടെ പട്ടികയിൽ 1ാം സ്ഥാനത്തെത്തിയത് ബെർണാഡ് അർണോൾട്ട് ആൻഡ് ഫാമിലിയാണ്. 2024 ഫോബ്സ് അതിസമ്പന്നരുടെ പട്ടികയിൽ 1ാം സ്ഥാനത്തെത്തിയത് ബെർണാഡ് അർണോൾട്ട് ആൻഡ് ഫാമിലിയാണ്. 2024 ഫോബ്സ് അതിസമ്പന്നരുടെ പട്ടികയിൽ ഇന്ത്യക്കാരിൽ 1ാം സ്ഥാനത്തെത്തിയത് മുകേഷ് അംബാനിയാണ്. 2024 ഫോബ്സ് അതിസമ്പന്നരുടെ പട്ടികയിൽ ഇന്ത്യക്കാരിൽ 1ാം സ്ഥാനത്തെത്തിയത് മുകേഷ് അംബാനിയാണെങ്കിൽ മലയാളികളിൽ 1ാം സ്ഥാനത്തെത്തിയത് MA യൂസഫ് അലിയാണ്. 2024 ഫോബ്സ് അതിസമ്പന്നരുടെ പട്ടികയിൽ മലയാളികളിൽ 1ാം സ്ഥാനത്തെത്തിയത് MA യൂസഫ് അലിയാണ്. 2024 90ാം വാർഷികം ആചരിക്കുന്ന ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. 2024 90ാം വാർഷികം ആചരിക്കുന്ന ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. 90ാം വാർഷികത്തോട് അനുബന്ധിച്ച് റിസർവ് ബാങ്ക് പുറത്തിറക്കിയ നാണയം 90 രൂപയുടെ RBI at 90 എന്ന് ആലേഖനം ചെയ്ത നാണയമാണ്. 90ാം വാർഷികത്തോടനുബന്ധിച്ച് റിസർവ് ബാങ്ക് പുറത്തിറക്കിയ നാണയം 90 രൂപയുടെ നാണയമാണ്. ഈ നാണയത്തിൽ RBI at 90 എന്ന് ആലേഖനം ചെയ്തിട്ടുണ്ട്. കുള്ളൻ ഗ്രഹമായ പ്ലൂട്ടോയെ സംസ്ഥാന ഗ്രഹമായി പ്രഖ്യാപിച്ച US-ലെ സംസ്ഥാനമാണ് അരിസോണ. കുള്ളൻ ഗ്രഹമായ പ്ലൂട്ടോയെ സംസ്ഥാന ഗ്രഹമായി പ്രഖ്യാപിച്ച അമേരിക്കയിലെ സംസ്ഥാനമാണ് അരിസോണ. കോങ്കോയുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയായി നിയമിതയായത് ജൂഡിത്ത് സുമിൻവ ടുലുഗയാണ്. കോങ്കോയുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയായി നിയമിതയായത് ജൂഡിത്ത് സുമിൻവ ടുലുഗ. 2024 ഏപ്രിലിൽ ശക്തമായ ഭൂകമ്പത്തെ തുടർന്ന് വൻ നാശനഷ്ടമുണ്ടായ ഹുവാലിൻ എവിടെയാണ്? തായ്വാനിലാണ്. 2024 ഏപ്രിലിൽ ശക്തമായ ഭൂകമ്പത്തെ തുടർന്ന് വൻ നാശനഷ്ടമുണ്ടായ ഹുവാലിൻ എവിടെയാണ്? തായ്വാനിൽ. ബാലമന്ദിരങ്ങളിൽ കഴിയുന്ന കുട്ടികളെ വളർത്ത് രക്ഷിതാക്കൾക്കൊപ്പം അയക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയുടെ പേരാണ് ഫോസ്റ്റർ കെയർ പദ്ധതി. ബാലമന്ദിരങ്ങളിൽ കഴിയുന്ന കുട്ടികളെ വളർത്ത് രക്ഷിതാക്കൾക്കൊപ്പം അയക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയുടെ പേരാണ് ഫോസ്റ്റർ കെയർ പദ്ധതി. ഓപ്പറേഷൻ സങ്കൽപ് എന്ന പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സമുദ്ര സുരക്ഷ. ഓപ്പറേഷൻ സങ്കൽപ് എന്ന പദ്ധതി സമുദ്ര സുരക്ഷയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയുമായി പ്രതിരോധ കരാറിൽ ഏർപ്പെട്ട ആദ്യത്തെ കരീബിയൻ രാജ്യം ഗയാന. ഇന്ത്യയുമായി പ്രതിരോധ കരാറിൽ ഏർപ്പെട്ട ആദ്യത്തെ കരീബിയൻ രാജ്യമാണ് ഗയാന. പ്രതിരോധ കരാറിന്റെ ഭാഗമായി ഗയാനയ്ക്ക് ഇന്ത്യ നൽകിയ വിമാനമാണ് ഡോണിയർ 228. പ്രതിരോധ കരാറിന്റെ ഭാഗമായി ഗയാനയ്ക്ക് ഇന്ത്യ നൽകിയ വിമാനം ഡോണിയർ 228. പ്രതിരോധ കരാറിന്റെ ഭാഗമായി ഗയാനയ്ക്ക് ഇന്ത്യ നൽകിയ വിമാനം ഡോണിയർ 228. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച സ്ഥാനാർത്ഥികളുടെ
ക്രിമിനൽ പശ്ചാത്തലം കണ്ടെത്താൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ച ആപ്ലിക്കേഷനാണ് നോ യുവർ കാൻഡിഡേറ്റ്. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച സ്ഥാനാർത്ഥികളുടെ ക്രിമിനൽ പശ്ചാത്തലം കണ്ടെത്താനായി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ച ആപ്ലിക്കേഷനാണ് നോ യുവർ കാൻഡിഡേറ്റ്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളുടെ ഏകോപനത്തിനായി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ സോഫ്റ്റ്വെയർ ആണ് എൻകോർ. ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളുടെ ഏകോപനത്തിനായി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ സോഫ്റ്റ്വെയർ ആണ് എൻകോർ. ടെക്സ്റ്റ് നിർദ്ദേശങ്ങളിൽ നിന്നും വീഡിയോകൾ സൃഷ്ടിക്കുന്ന ഓപ്പൺ എഐയുടെ ജനറേറ്റീവ് എഐ മോഡലായ സോറ എഐ ഉപയോഗിച്ച് നിർമ്മിച്ച ആദ്യത്തെ ഷോർട്ട് ഫിലിമാണ് എയർ ഹെഡ്. ടെക്സ്റ്റ് നിർദ്ദേശങ്ങളിൽ നിന്നും വീഡിയോകൾ സൃഷ്ടിക്കുന്ന ഓപ്പൺ എഐയുടെ ജനറേറ്റീവ് എഐ മോഡലായ സോറ എഐ ഉപയോഗിച്ച് നിർമ്മിച്ച ആദ്യത്തെ ഷോർട്ട് ഫിലിമാണ് എയർ ഹെഡ്. സാങ്നാൻ എന്ന് ചൈന വിശേഷിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. സാങ്നാൻ എന്ന് ചൈന വിശേഷിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. ചൈനയുടെ ആഭ്യന്തര വകുപ്പിന്റെ വെബ്സൈറ്റിലാണ് അരുണാചലിന് സാങ്നാൻ എന്ന പേര് നൽകിയിരിക്കുന്നത്. 75 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയിൽ ജനിച്ച ചീറ്റപ്പുലിയാണ് മുഖി. 75 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയിൽ ജനിച്ച ചീറ്റപ്പുലിയാണ് മുഖി. കുനോ ദേശീയോദ്യാനത്തിലാണ് മുഖി ജനിച്ചിരിക്കുന്നത്. അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവൽ 2024 വേദിയായത് വർക്കലയാണ്. അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവൽ 2024 വേദി വർക്കല. ദ്രാവിഡ ഭാഷകൾക്കായി നിർമ്മിച്ച ഓൺലൈൻ നിഘണ്ടുവാണ് സമം. ദ്രാവിഡ ഭാഷകൾക്കായി നിർമ്മിച്ച ഓൺലൈൻ നിഘണ്ടുവാണ് സമം. ചതുർ ദ്രാവിഡ ഭാഷാ നിഘണ്ടുവിന്റെ ഓൺലൈൻ പതിപ്പാണ് സമം. മലയാളം, കന്നഡ, തമിഴ്, തെലുങ്കു എന്നീ ഭാഷകളിലുള്ള അർത്ഥങ്ങളാണ് ചതുർ ദ്രാവിഡ ഭാഷാ നിഘണ്ടുവിലുള്ളത്. ഇതിന്റെ ഓൺലൈൻ പതിപ്പാണ് സമം. മലയാളം, തമിഴ്, കന്നഡ, തെലുങ്ക് എന്നീ ഭാഷകളിലെ വാക്കുകളുടെ അർത്ഥങ്ങളുള്ള ചതുർ ദ്രാവിഡ ഭാഷാ നിഘണ്ടുവിന്റെ ഓൺലൈൻ പതിപ്പാണ് സമം. പഠന നിലവാരത്തിൽ പിന്നിലുള്ള കുട്ടികളെ വീടുകളിലെത്തി അധ്യാപകർ പഠന പിന്തുണ നൽകുന്ന കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പദ്ധതിയുടെ പേരാണ് വീട്ടുമുറ്റത്തെ വിദ്യാലയം. പഠന നിലവാരത്തിൽ പിന്നിലുള്ള കുട്ടികളെ വീടുകളിലെത്തി അധ്യാപകർ പഠന പിന്തുണ നൽകുന്ന കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പദ്ധതിയാണ് വീട്ടുമുറ്റത്തെ വിദ്യാലയം. ലോക ബാങ്കിന്റെ സാമ്പത്തിക ഉപദേശക സമിതി അംഗമായി നിയമിതനായ ഇന്ത്യക്കാരനാണ് രാകേഷ് മോഹൻ. ലോക ബാങ്കിന്റെ സാമ്പത്തിക ഉപദേശക സമിതി അംഗമായി നിയമിതനായ ഇന്ത്യക്കാരനാണ് രാകേഷ് മോഹൻ. ഇന്ത്യയിൽ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത അർബുദ ചികിത്സയ്ക്കുള്ള ജീൻ തെറാപ്പിയാണ് നെക്സ്കാർ 19. ഇന്ത്യയിൽ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത അർബുദ ചികിത്സയ്ക്കുള്ള ജീൻ തെറാപ്പിയാണ് നെക്സ്കാർ 19. ഈ ജീൻ തെറാപ്പി വികസിപ്പിച്ചത് IIT ബോംബെയും ടാറ്റ മെമ്മോറിയൽ ആശുപത്രിയും ചേർന്നിട്ടാണ്. 2024 അൽ ജസീറ ചാനലിന്റെ സംപ്രേഷണം നിരോധിച്ച രാജ്യം ഇസ്രായേലാണ്. 2024 അൽ ജസീറ ചാനലിന്റെ സംപ്രേഷണം നിരോധിച്ച രാജ്യം ഇസ്രായേൽ. 2024 ഏപ്രിലിൽ GI ടാഗ് ലഭിച്ച കത്തിയ ഗേഹു എന്ന ഗോതമ്പിനം ഏത് സംസ്ഥാനത്തിൻ്റെതാണ്? ഉത്തർപ്രദേശ്. 2024 ഏപ്രിലിൽ GI ടാഗ് ലഭിച്ച കത്തിയ ഗേഹു എന്ന ഗോതമ്പിനം ഉത്തർപ്രദേശ് സംസ്ഥാനത്തിൻ്റെതാണ്. 2024 കേരളം ഭാഗമാകാൻ സന്നദ്ധത അറിയിച്ച കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് PM ശ്രീ യോജന. 2024 കേരളം ഭാഗമാകാൻ സന്നദ്ധത അറിയിച്ച കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് PM ശ്രീ യോജന. സർക്കാർ സ്കൂളുകളുടെ നവീകരണത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണ് PM ശ്രീ യോജന. ലോകത്തിലെ ആദ്യത്തെ നിർമ്മിത ബുദ്ധി സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് ഡെവിൻ. ലോകത്തിലെ ആദ്യത്തെ നിർമ്മിത ബുദ്ധി സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഡെവിൻ ആണ്.
ഡെവിന്റെ ഓപ്പൺ സോഴ്സ് ഇന്ത്യൻ പതിപ്പായ നിർമ്മിത ബുദ്ധി സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് ദേവിക. ഡെവിന്റെ ഓപ്പൺ സോഴ്സ് ഇന്ത്യൻ പതിപ്പായ നിർമ്മിത ബുദ്ധി സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് ദേവിക. 2024 ഏപ്രിൽ 4-ന് 75 വർഷം പൂർത്തിയാക്കിയ സൈനിക സഖ്യമാണ് നാറ്റോ. 2024 ഏപ്രിൽ 4-ന് 75 വർഷം പൂർത്തിയാക്കിയ സൈനിക സഖ്യമാണ് നാറ്റോ. നാറ്റോയുടെ പൂർണ്ണരൂപം നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്നാണ്. 1949 ഏപ്രിൽ 4-നാണ് നാറ്റോ രൂപീകൃതമായത്. 1949 ഏപ്രിൽ 4-നാണ് നാറ്റോ രൂപീകൃതമായത്. 2024 ഏപ്രിലിൽ DRDO വിജയകരമായി പരീക്ഷിച്ച ന്യൂ ജനറേഷൻ ബാലിസ്റ്റിക് മിസൈലാണ് അഗ്നി പ്രൈം. 2024 ഏപ്രിലിൽ DRDO വിജയകരമായി പരീക്ഷിച്ച ന്യൂ ജനറേഷൻ ബാലിസ്റ്റിക് മിസൈലാണ് അഗ്നി പ്രൈം. 2024 പനോരമ അന്താരാഷ്ട്ര സാഹിത്യോത്സവത്തിൽ സ്പെഷ്യൽ ജൂറി പുരസ്കാരം നേടിയ മലയാളിയാണ് അഭിലാഷ് ഫ്രേസർ. 2024 പനോരമ അന്താരാഷ്ട്ര സാഹിത്യോത്സവത്തിൽ സ്പെഷ്യൽ ജൂറി പുരസ്കാരം നേടിയ മലയാളിയാണ് അഭിലാഷ് ഫ്രേസർ. അദ്ദേഹത്തിനെ പുരസ്കാരത്തിന് അർഹമാക്കിയ കവിതാ സമാഹാരമാണ് ഫാദർ. 16-ാം കേന്ദ്ര ധനകാര്യ കമ്മീഷൻ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് അരവിന്ദ് പനഗരിയെയാണ്. 16-ാം കേന്ദ്ര ധനകാര്യ കമ്മീഷൻ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് അരവിന്ദ് പനഗരിയെയാണ്. 16-ാം കേന്ദ്ര ധനകാര്യ കമ്മീഷനിലെ മറ്റംഗങ്ങൾ ആനി ജോർജ് മാത്യു എന്ന മലയാളി, അജിത് നാരായൺ ഝാ, സൗമ്യകാന്തി ഘോഷ്, മനോജ് പാണ്ഡെ എന്നിവരാണ്. 16-ാം കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷൻ അരവിന്ദ് പനഗരിയെയാണ്. 16-ാം കേന്ദ്ര ധനകാര്യ കമ്മീഷനിലെ മറ്റംഗങ്ങൾ മലയാളിയായ ആനി ജോർജ് മാത്യു, അജയ് നാരായൺ ഝാ, സൗമ്യകാന്തി ഘോഷ്, മനോജ് പാണ്ഡെ എന്നിവരാണ്. പ്രഥമ മാമുക്കോയ പ്രതിഭാ പുരസ്കാര ജേതാവ് സംവിധായകൻ ഹരിഹരനാണ്. പ്രഥമ മാമുക്കോയ പ്രതിഭാ പുരസ്കാര ജേതാവ് ചലച്ചിത്ര സംവിധായകൻ ഹരിഹരനാണ്. കേരളത്തിൽ തുമ്പികളുടെ ജൈവ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള സംരക്ഷിത മേഖല ചെന്തുരുണിയാണ്. കൊല്ലം ജില്ലയിലെ ചെന്തുരുണിയാണ് നിലവിൽ കേരളത്തിൽ തുമ്പികളുടെ ജൈവ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള സംരക്ഷിത മേഖല. കൊറോണ വൈറസിന്റെ പുതിയ വകഭേദങ്ങൾ തിരിച്ചറിയുന്നതിനും നിരീക്ഷിക്കുന്നതിനുമായി ലോകാരോഗ്യ സംഘടന ആരംഭിച്ച ആഗോള ലബോറട്ടറി ശൃംഖലയാണ് കോവിനെറ്റ്. കൊറോണ വൈറസിന്റെ പുതിയ വകഭേദങ്ങൾ തിരിച്ചറിയുന്നതിനും നിരീക്ഷിക്കുന്നതിനുമായി ലോകാരോഗ്യ സംഘടന ആരംഭിച്ച ആഗോള ലബോറട്ടറി ശൃംഖലയുടെ പേരാണ് കോവിനെറ്റ്. 2024 ഏപ്രിലിൽ ഐക്യരാഷ്ട്രസഭയ്ക്ക് കീഴിലെ ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ നൽകുന്ന ദി ഇന്റർനാഷണൽ ഷിപ്പ് ആൻഡ് പോർട്ട് ഫെസിലിറ്റി സെക്യൂരിറ്റി കോഡ് അഥവാ ISPS കോഡ് അംഗീകാരം ലഭിച്ച കേരളത്തിലെ തുറമുഖമാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. 2024 ഏപ്രിലിൽ ഐക്യരാഷ്ട്രസഭയ്ക്ക് കീഴിലെ ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ നൽകുന്ന ദി ഇന്റർനാഷണൽ ഷിപ്പ് ആൻഡ് പോർട്ട് ഫെസിലിറ്റി സെക്യൂരിറ്റി കോഡ് അഥവാ ISPS കോഡ് അംഗീകാരം ലഭിച്ച കേരളത്തിലെ തുറമുഖമാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. പക്ഷികളും ഒരു മനുഷ്യനും എന്ന കൃതി രചിച്ചത് സുരേഷ് ഇളമണ്ണാണ്. പക്ഷികളും ഒരു മനുഷ്യനും എന്ന കൃതി രചിച്ചത് സുരേഷ് ഇളമണ്ണാണ്. പ്രമുഖ ഇന്ത്യൻ പക്ഷിശാസ്ത്രജ്ഞനായ ഇന്ദുചൂഡന്റെ ജീവചരിത്ര ആണ് പക്ഷികളും ഒരു മനുഷ്യനും എന്ന കൃതി. പക്ഷികളും ഒരു മനുഷ്യനും എന്ന കൃതി രചിച്ചത് സുരേഷ് ഇളമണ്ണാണ്. പ്രമുഖ ഇന്ത്യൻ പക്ഷിശാസ്ത്രജ്ഞനായ ഇന്ദുചൂഡന്റെ ജീവചരിത്രമാണ് പക്ഷികളും ഒരു മനുഷ്യനും എന്ന കൃതി. ഇന്ദുചൂഡൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെട്ടിരുന്നത് ആരാണ്? KK നീലകണ്ഠനാണ്. ലോക ബാങ്കിന്റെ സാമ്പത്തിക ഉപദേശക സമിതി അംഗമായി 2024 ഏപ്രിലിൽ നിയമിതനായ ഇന്ത്യക്കാരനാണ് രാകേഷ് മോഹൻ. ലോക ബാങ്കിന്റെ
സാമ്പത്തിക ഉപദേശക സമിതി അംഗമായി 2024 ഏപ്രിലിൽ നിയമിതനായ ഇന്ത്യക്കാരനാണ് രാകേഷ് മോഹൻ. 2023-24 വർഷത്തിലെ ഐ ലീഗ് ഫുട്ബോൾ കിരീട ജേതാക്കൾ കൊൽക്കത്ത മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബാണ്. 2023-24 വർഷത്തിലെ ഐ ലീഗ് ഫുട്ബോൾ കിരീട ജേതാക്കളാണ് മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബ്, കൊൽക്കത്ത. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ജീവനക്കാർക്ക് വേണ്ടി ആരംഭിക്കുന്ന ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് ദേവഹരിതം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ജീവനക്കാർക്ക് വേണ്ടി ആരംഭിക്കുന്ന ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് ദേവഹരിതം. IPL-ൽ 1000 റൺസും 100 വിക്കറ്റും 100 ക്യാച്ചും സ്വന്തമാക്കിയ ആദ്യത്തെ താരം രവീന്ദ്ര ജഡേജയാണ്. IPL-ൽ 1000 റൺസും 100 വിക്കറ്റും 100 ക്യാച്ചും സ്വന്തമാക്കിയ ആദ്യത്തെ താരം രവീന്ദ്ര ജഡേജയാണ്. IPL-ൽ രവീന്ദ്ര ജഡേജ പ്രതിനിധീകരിക്കുന്നത് ചെന്നൈ സൂപ്പർ കിങ്സിനെയാണ്. ലോകാരോഗ്യ ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ 7 ആണ്. ലോകാരോഗ്യ ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ 7 ആണ്. 2024 ലോകാരോഗ്യ ദിനത്തിന്റെ പ്രമേയമായിരുന്നത് എന്റെ ആരോഗ്യം എന്റെ അവകാശം എന്നതാണ്. 2024 ലോകാരോഗ്യ ദിനത്തിന്റെ പ്രമേയമായിരുന്നത് എന്റെ ആരോഗ്യം എന്റെ അവകാശം, അല്ലെങ്കിൽ മൈ ഹെൽത്ത് മൈ റൈറ്റ് എന്നതാണ്. 2024 ഏപ്രിലിൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ അക്വാട്ടിക് സെന്റർ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് രാമേശ്വരത്താണ്. 2024 ഏപ്രിലിൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ അക്വാട്ടിക് സെന്റർ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് രാമേശ്വരത്താണ്. 11 റൂൾസ് ഫോർ ലൈഫ് സീക്രട്സ് ടു ലെവൽ അപ്പ് എന്ന കൃതിയുടെ രചയിതാവ് ചേതൻ ഭഗത്താണ്. 11 റൂൾസ് ഫോർ ലൈഫ് സീക്രട്സ് ടു ലെവൽ അപ്പ് എന്ന കൃതിയുടെ രചയിതാവ് ചേതൻ ഭഗത്താണ്. 2024 ജപ്പാൻ ഗ്രാൻഡ് പ്രീ ഫോർമുല 1 കാറോട്ടത്തിൽ കിരീടം നേടിയത് നെതർലാൻഡിന്റെ മാക്സ് വെസ്തപ്പനാണ്. 2024 ജപ്പാൻ ഗ്രാൻഡ് പ്രീ ഫോർമുല 1 കാറോട്ടത്തിൽ കിരീടം നേടിയത് നെതർലാൻഡിന്റെ മാക്സ് വെസ്തപ്പനാണ്. റെഡ് ബുൾ റേസിംഗ് ടീമിന്റെ ഡ്രൈവറാണ് മാക്സ് വെസ്തപ്പൻ. 2024 സ്വവർഗ വിവാഹം നിയമവിധേയമാക്കിയ തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യം തായ്ലൻഡ് ആണ്. 2024 സ്വവർഗ വിവാഹം നിയമവിധേയമാക്കിയ തെക്കു കിഴക്കൻ ഏഷ്യൻ രാജ്യമാണ് തായ്ലൻഡ്. ഐക്യരാഷ്ട്ര സംഘടനയിൽ ഇന്റർനാഷണൽ നാർക്കോട്ടിക്സ് കൺട്രോൾ ബോർഡിലേക്ക് 3ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ പ്രതിനിധിയാണ് ജഗജിത് പാവ്ദിയ. ഐക്യരാഷ്ട്ര സംഘടനയിൽ ഇന്റർനാഷണൽ നാർക്കോട്ടിക്സ് കൺട്രോൾ ബോർഡിലേക്ക് 3ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ പ്രതിനിധിയാണ് ജഗജിത് പാവ്ദിയ. പീറ്റർ പെല്ലഗ്രിനി ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റ് ആയിട്ടാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്? സ്ലോവാക്യ. പീറ്റർ പെല്ലഗ്രിനി ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റ് ആയിട്ടാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്? സ്ലോവാക്യ. ഒളിമ്പിക്സിൽ ജൂറി അംഗമായി തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് ബിൽക്കിസ് മിർ. ഒളിമ്പിക്സിൽ ജൂറി അംഗമായി തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് ബിൽക്കിസ് മിർ. ജമ്മു കാശ്മീരിൽ നിന്നുള്ള ഇന്ത്യയുടെ മുൻ കനോയിങ് താരമാണ് ബിൽക്കിസ് മിർ. ഒളിമ്പിക്സിൽ ജൂറി അംഗമായി തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് ബിൽക്കിസ് മിർ. അത്ലറ്റിക്സ് ചാമ്പ്യന്മാർക്ക് പ്രൈസ് മണി ലഭിക്കുന്ന ആദ്യത്തെ ഒളിമ്പിക്സ് ആണ് 2024 നടന്ന പാരീസ് ഒളിമ്പിക്സ്. അത്ലറ്റിക്സ് ചാമ്പ്യന്മാർക്ക് പ്രൈസ് മണി ലഭിക്കുന്ന ആദ്യത്തെ ഒളിമ്പിക്സ് ആണ് 2024 നടന്ന പാരീസ് ഒളിമ്പിക്സ്. സ്വർണ്ണ മെഡൽ ജേതാക്കൾക്ക് $50,000 ആണ് പ്രൈസ് മണിയായി നൽകിയത്. ഗഗൻ ശക്തി 2024 സൈനിക അഭ്യാസം നടത്തിയത് ഏത് സൈനിക വിഭാഗമാണ്? ഇന്ത്യൻ വ്യോമസേനയാണ്. ഗഗൻ ശക്തി 2024 സൈനിക അഭ്യാസം നടത്തിയത് ഏത് സൈനിക വിഭാഗമാണ്? ഇന്ത്യൻ വ്യോമസേനയാണ്. എല്ലാ 5 വർഷം കൂടുമ്പോഴുമാണ് ഗഗൻ ശക്തി എന്ന വ്യോമാഭ്യാസം നടത്തുന്നത്. കാഴ്ചയുടെ തന്മാത്രകൾ എന്ന ഓർമ്മ പുസ്തകത്തിന്റെ രചയിതാവ് ചലച്ചിത്ര സംവിധായകൻ ബ്ലസ്സിയാണ്. കാഴ്ചയുടെ തന്മാത്രകൾ എന്ന ഓർമ്മ പുസ്തകത്തിന്റെ രചയിതാവ്
സംവിധായകൻ ബ്ലസ്സിയാണ്. അദ്ദേഹത്തിന്റെ കാഴ്ച മുതൽ ആടുജീവിതം വരെയുള്ള ചലച്ചിത്ര അനുഭവങ്ങളെ കുറിച്ച് എഴുതിയ കൃതിയാണ് കാഴ്ചയുടെ തന്മാത്രകൾ. ദോസ്തി 16 ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള സംയുക്ത കോസ്റ്റ് ഗാർഡ് അഭ്യാസമാണ്? ഇന്ത്യ, മാലിദ്വീപ്, ശ്രീലങ്ക. ദോസ്തി 16 ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള സംയുക്ത കോസ്റ്റ് ഗാർഡ് അഭ്യാസമാണ്? ഇന്ത്യയും മാലിദ്വീപും ശ്രീലങ്കയും തമ്മിലുള്ള സംയുക്ത കോസ്റ്റ് ഗാർഡ് അഭ്യാസമാണ് ദോസ്തി 16. 2024 ഏപ്രിലിൽ ഏത് റഷ്യൻ നഗരത്തിലാണ് അണക്കെട്ട് തകർന്നതിനെ തുടർന്ന് പ്രളയമുണ്ടായത്? ഒറൈൻബർഗ്. 2024 ഏപ്രിലിൽ ഏത് റഷ്യൻ നഗരത്തിലാണ് അണക്കെട്ട് തകർന്നതിനെ തുടർന്ന് പ്രളയമുണ്ടായത്? ഒറൈൻബർഗ് എന്ന നഗരത്തിലാണ്. ഈ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് യുറാൽ നദിയിലായിരുന്നു. 2024 ഏപ്രിലിൽ ഏത് റഷ്യൻ നഗരത്തിലാണ് അണക്കെട്ട് തകർന്നതിനെ തുടർന്ന് പ്രളയം ഉണ്ടായത്? ഒറൈൻബർഗ് എന്ന നഗരത്തിൽ. 30 വർഷങ്ങൾക്ക് ശേഷം കാൻ ഫിലിം ഫെസ്റ്റിവലിൽ മത്സര വിഭാഗത്തിൽ ഉൾപ്പെട്ട ഇന്ത്യൻ സിനിമയാണ് ഓൾ വി ഇമാജിനാസ് ലൈറ്റ്. 30 വർഷങ്ങൾക്ക് ശേഷം കാൻ ഫിലിം ഫെസ്റ്റിവലിൽ മത്സര വിഭാഗത്തിൽ ഉൾപ്പെട്ട ഇന്ത്യൻ സിനിമയാണ് ഓൾ വി ഇമാജിനാസ് ലൈറ്റ്. ഓൾ വി ഇമാജിനാസ് ലൈറ്റ് എന്ന ചിത്രം സംവിധാനം ചെയ്തത് പായൽ കപാഡിയയാണ്. കേരള, തമിഴ്നാട് സർക്കാരുകൾ സംയുക്തമായി ചിത്ര പൗർണമി ഉത്സവം നടത്തുന്ന ക്ഷേത്രമാണ് മംഗളാദേവി ക്ഷേത്രം. കേരള, തമിഴ്നാട് സർക്കാരുകൾ സംയുക്തമായി ചിത്ര പൗർണമി ഉത്സവം നടത്തുന്ന ക്ഷേത്രമാണ് മംഗളാദേവി ക്ഷേത്രം. ഈ മംഗളാദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പെരിയാർ ടൈഗർ റിസർവിലാണ്. 2024 ഏപ്രിലിൽ അന്തരിച്ച ഭൗതിക ശാസ്ത്രജ്ഞനായ പീറ്റർ ഡബ്ല്യു ഹിഗ്സിന് ഏതു വർഷമാണ് ഭൗതിക ശാസ്ത്രത്തിൽ നൊബേൽ പുരസ്കാരം ലഭിച്ചത്? 2013. 2024 ഏപ്രിലിൽ അന്തരിച്ച ഭൗതിക ശാസ്ത്രജ്ഞനായ പീറ്റർ ഡബ്ല്യു ഹിഗ്സിന് ഏതു വർഷമാണ് ഭൗതിക ശാസ്ത്രത്തിൽ നൊബേൽ പുരസ്കാരം ലഭിച്ചത്? 2013. 1964 ദൈവഗണം എന്നറിയപ്പെടുന്ന ഹിഗ്സ് ബോസോൺ എന്ന അടിസ്ഥാന കണികയുടെ അസ്തിത്വം പ്രവചിച്ച ശാസ്ത്രജ്ഞനാണ് പീറ്റർ ഹിഗ്സ്. 1964 ദൈവഗണം എന്നറിയപ്പെടുന്ന ഹിഗ്സ് ബോസോൺ എന്ന അടിസ്ഥാന കണികയുടെ അസ്തിത്വം പ്രവചിച്ച ശാസ്ത്രജ്ഞനാണ് പീറ്റർ ഹിഗ്സ്. 2024 അർണോൾഡ് ക്ലാസിക് പ്രോ വീൽചെയർ ബോഡി ബിൽഡിംഗ് ചാമ്പ്യനായ മലയാളിയാണ് രാജേഷ് ജോൺ. 2024 അർണോൾഡ് ക്ലാസിക് പ്രോ വീൽചെയർ ബോഡി ബിൽഡിംഗ് ചാമ്പ്യനായ മലയാളിയാണ് രാജേഷ് ജോൺ. വീൽചെയർ ഉപയോഗിക്കുന്ന ബോഡി ബിൽഡർമാർക്ക് വേണ്ടി നടത്തുന്ന മത്സരമാണ് ഇത്. കേരളത്തിലെ പോലീസുകാരുടെ മാനസിക സംഘർഷങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി ആരംഭിച്ച കൗൺസിലിംഗ് പദ്ധതിയുടെ പേരാണ് ഹാറ്റ്സ് പദ്ധതി. കേരളത്തിലെ പോലീസുകാരുടെ മാനസിക സംഘർഷങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി ആരംഭിച്ച കൗൺസിലിംഗ് പദ്ധതിയാണ് ഹാറ്റ്സ് പദ്ധതി. ഹാറ്റ്സിന്റെ പൂർണ്ണരൂപം ഹെൽപ്പ് ആൻഡ് അസിസ്റ്റൻസ് ടു ടാക്കിൾ സ്ട്രെസ് എന്നതാണ്. ഹെൽപ്പിന്റെ പൂർണ്ണരൂപം ഹെൽപ്പ് ആൻഡ് അസിസ്റ്റൻസ് ടു ടാക്കിൾ സ്ട്രെസ്. സമ്മതിദായകർക്ക് വേണ്ടി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആദ്യമായി കൈപ്പുസ്തകം പുറത്തിറക്കിയത് ഏത് തിരഞ്ഞെടുപ്പിലാണ്? 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ. സമ്മതിദായകർക്ക് വേണ്ടി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആദ്യമായി കൈപ്പുസ്തകം പുറത്തിറക്കിയത് 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിലാണ്. സമ്മതിദായകർക്ക് വേണ്ടി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ കൈപ്പുസ്തകത്തിന്റെ പുറം ചട്ടയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സന്ദേശം വോട്ട് ചെയ്യുന്നതിനേക്കാൾ മഹത്തരം മറ്റൊന്നുമില്ല, ഞാൻ ഉറപ്പായും വോട്ട് ചെയ്യും എന്നതാണ്. 2024 സമ്പൂർണ്ണ സൂര്യഗ്രഹണം ദൃശ്യമായത് 2024 ഏപ്രിൽ 8-നാണ്. 2024 സമ്പൂർണ്ണ സൂര്യഗ്രഹണം ദൃശ്യമായത് 2024 ഏപ്രിൽ 8-നാണ്. 50 വർഷത്തിനിടെ ഉണ്ടായ ഏറ്റവും ദൈർഘ്യമേറിയ സൂര്യഗ്രഹണമായിരുന്നു ഇത്. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണർ ആകുന്ന ആദ്യ വനിതയാണ് ലിൻഡി കാമറൂൺ. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണർ ആകുന്ന ആദ്യ വനിതയാണ് ലിൻഡി കാമറൂൺ. ചട്ടമ്പി സ്വാമികളുടെ
സമാധിയുടെ ശതാബ്ദി ആചരിച്ചത് ഏതു വർഷമാണ്? 2024 ചട്ടമ്പി സ്വാമികളുടെ സമാധിയുടെ ശതാബ്ദി ആചരിച്ചത് 2024 2024 ജോൺ എൽ ജാക്ക് സ്വിഗ്ഗർ ജൂനിയർ പുരസ്കാര ജേതാക്കൾ ISRO ചാന്ദ്രയാൻ 3 ദൗത്യ സംഘമാണ്. 2024 ജോൺ എൽ ജാക്ക് സ്വിഗ്ഗർ ജൂനിയർ പുരസ്കാരം നേടിയത് ISROയുടെ ചാന്ദ്രയാൻ 3 ദൗത്യ സംഘമാണ്. ബഹിരാകാശ മേഖലയിൽ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിക്കുന്ന ബഹിരാകാശ ഏജൻസികൾ, കമ്പനികൾ എന്നിവയ്ക്ക് നൽകുന്ന പുരസ്കാരമാണ് ജോൺ എൽ ജാക്ക് സ്വിഗ്ഗർ ജൂനിയർ പുരസ്കാരം. ലോക ഹോമിയോപ്പതി ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ 10. ലോക ഹോമിയോപ്പതി ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ 10. പി ഭാസ്കരൻ ഫൗണ്ടേഷന്റെ പി ഭാസ്കരൻ ജന്മശതാബ്ദി പുരസ്കാര ജേതാവായ ചലച്ചിത്ര താരമാണ് രാഘവൻ. പി ഭാസ്കരൻ ഫൗണ്ടേഷന്റെ പി ഭാസ്കരൻ ജന്മശതാബ്ദി പുരസ്കാര ജേതാവായ ചലച്ചിത്ര താരം ശ്രീ രാഘവനാണ്. 2024 ഏപ്രിലിൽ ആഗോള എയർലൈൻ കമ്പനി രംഗത്ത് വിപണി മൂല്യത്തിൽ ലോകത്തിൽ 3ാം സ്ഥാനത്തെത്തിയ ഇന്ത്യൻ കമ്പനി ഇൻഡിഗോയാണ്. 2023 ഏപ്രിലിൽ ആഗോള എയർലൈൻ കമ്പനി രംഗത്ത് വിപണി മൂല്യത്തിൽ ലോകത്തിൽ 3ാം സ്ഥാനത്തെത്തിയത് ഇന്ത്യൻ കമ്പനിയായ ഇൻഡിഗോയാണ്. 1ാം സ്ഥാനത്തെത്തിയത് ജോർജിയയിൽ നിന്നുള്ള ഡെൽറ്റ എയറുമാണ്. 2024 US പ്രസിഡന്റിന്റെ ഗോൾഡ് വോളണ്ടിയർ സർവീസ് ബഹുമതി ലഭിച്ചത് ലോകേഷ് മുനിക്കാണ്. 2024 US പ്രസിഡന്റിന്റെ ഗോൾഡ് വോളണ്ടിയർ സർവീസ് ബഹുമതി ലഭിച്ചത് ഇന്ത്യയിലെ ജൈന ആത്മീയ ആചാര്യനായ ലോകേഷ് മുനിക്കാണ്. കഴിഞ്ഞൊരു വീഡിയോയിൽ 2024 പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യൻ സംഘത്തിലെ ഷെഫ് ഡേ മിഷൻ സ്ഥാനത്തെത്തിയ താരമെന്ന് മേരി കോമിനെ പഠിച്ചിരുന്നു. എന്നാൽ ആ സ്ഥാനത്ത് നിന്നും മേരി കോം പിന്മാറി. അപ്പോൾ അതൊന്ന് ഓർത്തു വെച്ചേക്കുക. 2024 പാരീസ് ഒളിമ്പിക്സിലുള്ള ഇന്ത്യൻ സംഘത്തിന്റെ ഷെഫ് ഡേ മിഷൻ സ്ഥാനത്ത് നിന്നും പിന്മാറിയ താരം മേരി കോമാണ്. അടുത്തിടെ എവിടെ നിന്നുമാണ് ഹാരപ്പൻ സംസ്കാരത്തിലെ ജനവാസ മേഖലയുടെ സാന്നിധ്യം ഉറപ്പാക്കുന്ന തെളിവുകൾ കണ്ടെത്തിയത്? ഗുജറാത്തിലെ പട്ടാബോട്ട് എന്ന സ്ഥലത്തു നിന്നും. അടുത്തിടെ എവിടെ നിന്നുമാണ് ഹാരപ്പൻ സംസ്കാരത്തിലെ ജനവാസ മേഖലയുടെ സാന്നിധ്യം ഉറപ്പാക്കുന്ന തെളിവുകൾ കണ്ടെത്തിയത്? ഗുജറാത്തിലെ പട്ടാബോട്ട് എന്ന സ്ഥലത്തു നിന്നും. ലക്ഷദ്വീപിൽ ശാഖ ആരംഭിച്ച ആദ്യത്തെ സ്വകാര്യ ബാങ്കാണ് HDFC ബാങ്ക്. ലക്ഷദ്വീപിൽ ശാഖ ആരംഭിച്ച ആദ്യത്തെ സ്വകാര്യ ബാങ്ക് HDFC ബാങ്കാണ്. 2000 വർഷം പഴക്കമുള്ള ചേര രാജാക്കന്മാരുടെ കാലത്തെ നാണയം കണ്ടെത്തിയത് ഏത് രാജ്യത്തു നിന്നുമാണ്? ഈജിപ്തിൽ നിന്നും. 2000 വർഷം പഴക്കമുള്ള ചേര രാജാക്കന്മാരുടെ കാലത്തെ നാണയം കണ്ടെത്തിയത് ഈജിപ്തിൽ നിന്നുമാണ്. 2024 കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഓണററി പാംഡിയോർ പുരസ്കാരം ലഭിച്ച ഹോളിവുഡ് സംവിധായകനാണ് ജോർജ് ലൂക്കാസ്. 2024 കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഓണററി പാംഡിയോർ പുരസ്കാരം ലഭിച്ച ഹോളിവുഡ് സംവിധായകനാണ് ജോർജ് ലൂക്കാസ്. 2024 സിഗ് എന്ന പേരിൽ ഗോൾഡ് ബാക്ക്ഡ് കറൻസി പുറത്തിറക്കിയ രാജ്യമാണ് സിംബാബ്വെ. 2024 സിഗ് എന്ന പേരിൽ ഗോൾഡ് ബാക്ക്ഡ് കറൻസി പുറത്തിറക്കിയ രാജ്യം സിംബാബ്വെയാണ്. 2023 അക്ഷയശ്രീ പുരസ്കാരം നേടിയത് സെബാസ്റ്റ്യൻ പി അഗസ്റ്റിൻ ആണ്. 2023 അക്ഷയശ്രീ പുരസ്കാരം നേടിയത് സെബാസ്റ്റ്യൻ പി അഗസ്റ്റിൻ ആണ്. നാഷണൽ ജുഡീഷ്യൽ അക്കാദമി ഡയറക്ടർ ജസ്റ്റിസ് അനിരുദ്ധ ബോസ്. നാഷണൽ ജുഡീഷ്യൽ അക്കാദമി ഡയറക്ടർ ജസ്റ്റിസ് അനിരുദ്ധ ബോസ്. ജെഫ് ബെസോസിന്റെ ബഹിരാകാശ കമ്പനിയായ ബ്ലൂ ഒറിജിന്റെ NS-25 ദൗത്യത്തിൽ ഉൾപ്പെട്ട ഇന്ത്യക്കാരനാണ് ഗോപിചന്ദ് തോട്ടുകുര. ജെഫ് ബെസോസിന്റെ ബഹിരാകാശ കമ്പനിയായ ബ്ലൂ ഒറിജിന്റെ NS-25 ദൗത്യത്തിൽ ഉൾപ്പെട്ട ഇന്ത്യക്കാരനാണ് ഗോപിചന്ദ് തോട്ടുകുര. ലോക പാർക്കിൻസൺ ദിനം
ഏപ്രിൽ 11 ലോക പാർക്കിൻസൺസ് ദിനം ഏപ്രിൽ 11. 2024 ഏപ്രിലിൽ അന്തരിച്ച സാമൂഹിക പരിസ്ഥിതി പ്രവർത്തകനും സർവോദയ ചിപ്കോ മുന്നേറ്റങ്ങളുടെ നേതാക്കളിൽ ഒരാളുമായ വ്യക്തിയാണ് മുരാലിലാൽ. 2024 ഏപ്രിലിൽ അന്തരിച്ച സാമൂഹിക പരിസ്ഥിതി പ്രവർത്തകനും സർവോദയ ചിപ്കോ മുന്നേറ്റങ്ങളുടെ നേതാക്കളിൽ ഒരാളുമായ വ്യക്തിയാണ് മുരാലിലാൽ. ഇന്ത്യയുടെ പുതിയ നാവികസേനാ മേധാവി ദിനേശ് കുമാർ ത്രിപാഠിയാണ്. ഇന്ത്യയുടെ പുതിയ നാവികസേനാ മേധാവിയാണ് ദിനേശ് കുമാർ ത്രിപാഠി. 2023-24 സാമ്പത്തിക വർഷം ഏറ്റവും കൂടുതൽ ചരക്ക് കൈകാര്യം ചെയ്ത ഇന്ത്യൻ തുറമുഖം പാരാദ്വീപ് തുറമുഖമാണ്. 2023-24 സാമ്പത്തിക വർഷത്തിൽ ഏറ്റവും കൂടുതൽ ചരക്ക് കൈകാര്യം ചെയ്ത ഇന്ത്യൻ തുറമുഖം പാരാദ്വീപ് തുറമുഖമാണ്. ഇന്ത്യ ചന്ദ്രനിൽ ബഹിരാകാശ സഞ്ചാരിയെ ഇറക്കാൻ ലക്ഷ്യമിടുന്ന വർഷം 2040. ഇന്ത്യ ചന്ദ്രനിൽ ബഹിരാകാശ സഞ്ചാരിയെ ഇറക്കാൻ ലക്ഷ്യമിടുന്ന വർഷം 2040. ദേശീയ അഗ്നിശമന ദിനം ഏപ്രിൽ 14. ദേശീയ അഗ്നിശമന ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ 14. ദേശീയ ജലദിനമായി ആചരിക്കുന്നതും ഏപ്രിൽ 14 തന്നെയാണ്. ദേശീയ ജലദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ 14. ഡോക്ടർ BR അംബേദ്കറുടെ ജന്മദിനമാണ് ദേശീയ ജലദിനമായി ആചരിക്കുന്നത്. ദേശീയ ജലദിനം ഏപ്രിൽ 14. മിന്നു മണിക്ക് ശേഷം ഇന്ത്യൻ വനിതാ 2020 ക്രിക്കറ്റ് ടീമിൽ ഉൾപ്പെട്ട മലയാളികളാണ് ആശാ ശോഭന, സജന സജീവൻ എന്നിവർ. മിന്നു മണിക്ക് ശേഷം ഇന്ത്യൻ വനിതാ 2020 ക്രിക്കറ്റ് ടീമിൽ ഉൾപ്പെട്ട മലയാളികളാണ് ആശാ ശോഭന, സജന സജീവൻ എന്നിവർ. കഠിനമായ വേനൽ ചൂട് കാരണം പാൽ ഉൽപാദനത്തിൽ ഉണ്ടാകുന്ന കുറവിന് ക്ഷീര കർഷകർക്ക് ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന പദ്ധതിയാണ് സരൾ കൃഷി ബീമാ പദ്ധതി. കഠിനമായ വേനൽ ചൂട് കാരണം പാൽ ഉൽപാദനത്തിൽ ഉണ്ടാകുന്ന കുറവിന് ക്ഷീര കർഷകർക്ക് ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന പദ്ധതിയുടെ പേരാണ് സരൾ കൃഷി ബീമാ പദ്ധതി. 2020 ക്രിക്കറ്റിൽ 500 സിക്സുകൾ നേടിയ ആദ്യത്തെ ഇന്ത്യൻ താരമാണ് രോഹിത് ശർമ്മ. 2020 ക്രിക്കറ്റിൽ 500 സിക്സുകൾ നേടിയ ആദ്യത്തെ ഇന്ത്യൻ താരം രോഹിത് ശർമ്മയാണ്. എന്നാൽ 2020 ക്രിക്കറ്റിൽ 500 സിക്സർ നേടുന്ന ആദ്യത്തെ താരം ക്രിസ് ഗെയിലാണ്. വെസ്റ്റ് ഇൻഡീസിന്റെ ക്രിസ് ഗെയിലാണ് 2020 ക്രിക്കറ്റിൽ 500 സിക്സുകൾ നേടുന്ന ആദ്യത്തെ താരം. കുവൈറ്റിന്റെ പുതിയ പ്രധാനമന്ത്രിയാണ് ഷെയ്ഖ് അഹമ്മദ് അബ്ദുള്ള അൽ അഹമ്മദ് അൽ സബ. കുവൈറ്റിന്റെ പുതിയ പ്രധാനമന്ത്രിയാണ് ഷെയ്ഖ് അഹമ്മദ് അബ്ദുള്ള അൽ അഹമ്മദ് അൽ സബ. 2024 ഗൂഗിൾ ക്ലൗഡ് പാർട്ണർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ മലയാളി സ്റ്റാർട്ടപ്പ് സംരംഭമാണ് റിയാഫൈ ടെക്നോളജീസ്. 2024 ഗൂഗിൾ ക്ലൗഡ് പാർട്ണർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ മലയാളി സ്റ്റാർട്ടപ്പ് സംരംഭമാണ് റിയാഫൈ ടെക്നോളജീസ്. ഡെസ്റ്റിലിക് 2024 ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ്. ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാനും. ഡെസ്റ്റിലിക് 2024 ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ്. ഉസ്ബെക്കിസ്ഥാൻ. പാരീസ് ഒളിമ്പിക്സിന്റെ ദീപശിഖയിൽ ദീപം കൊളുത്തിയ ഗ്രീക്ക് നടിയാണ് മേരി മിന. പാരീസ് ഒളിമ്പിക്സിന്റെ ദീപശിഖയിൽ ദീപം കൊളുത്തിയ ഗ്രീക്ക് നടിയാണ് മേരി മിന. പാരീസ് ഒളിമ്പിക്സിന്റെ ദീപശിഖ കയ്യിലേന്തിയ ആദ്യത്തെ അത്ലറ്റ് സ്റ്റെഫാനോസ് ദുസ്കോസ് ആണ്. പാരീസ് ഒളിമ്പിക്സിന്റെ ദീപശിഖ കയ്യിലേന്തിയ ആദ്യത്തെ അത്ലറ്റ് സ്റ്റെഫാനോസ് ദുസ്കോസ് ആണ്. പാരീസ് ഒളിമ്പിക്സ് ദീപശിഖ പ്രയാണത്തിന്റെ ഭാഗമായ ഇന്ത്യൻ താരം അഭിനവ് ബിന്ദ്രയാണ്. പാരീസ് ഒളിമ്പിക്സ് ദീപശിഖ പ്രയാണത്തിന്റെ ഭാഗമായ ഇന്ത്യൻ താരം അഭിനവ് ബിന്ദ്രയാണ്. ഒളിമ്പിക്സ് ദീപം തെളിയിക്കൽ ചടങ്ങ് നടക്കുന്നത് എവിടെയാണ്? ഏതൻസ് ഒളിമ്പിയയിലെ ഹെറ ദേവതയുടെ ക്ഷേത്രത്തിന് മുൻപിലാണ്.
ഒളിമ്പിക്സ് ദീപം തെളിയിക്കൽ ചടങ്ങ് നടക്കുന്നത് ഏതൻസിലെ ഒളിമ്പിയയിലെ ഹെറാ ദേവതയുടെ ക്ഷേത്രത്തിന് മുൻപിലാണ്. 2024 ഏപ്രിലിൽ പുറത്തുവിട്ട ആഗോള സൈബർ കുറ്റകൃത്യ സൂചികയിൽ ഒന്നാമതെത്തിയത് റഷ്യയാണ്. 2024 ഏപ്രിലിൽ പുറത്തുവിട്ട ആഗോള സൈബർ കുറ്റകൃത്യ സൂചികയിൽ ഒന്നാമതെത്തിയത് റഷ്യയാണ്. ഇന്ത്യയുടെ സ്ഥാനം 10ാം സ്ഥാനമാണ്. അടുത്തിടെ അന്തരിച്ച സംഗീതജ്ഞൻ KG ജയന് ഏത് വർഷമാണ് പത്മശ്രീ പുരസ്കാരം ലഭിച്ചത്? 2019. അടുത്തിടെ അന്തരിച്ച സംഗീതജ്ഞൻ KG ജയന് ഏത് വർഷമാണ് പത്മശ്രീ പുരസ്കാരം ലഭിച്ചത്? 2019. വെള്ളത്തിൽ നിന്ന് മൈക്രോ പ്ലാസ്റ്റിക് നീക്കം ചെയ്യുന്നതിനുള്ള പ്രത്യേക ഹൈഡ്രോജൽ വികസിപ്പിച്ച സ്ഥാപനമാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, ബാംഗ്ലൂർ. വെള്ളത്തിൽ നിന്നും മൈക്രോ പ്ലാസ്റ്റിക് നീക്കം ചെയ്യുന്നതിനുള്ള പ്രത്യേക ഹൈഡ്രോജൽ വികസിപ്പിച്ചത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, ബാംഗ്ലൂരാണ്. ലോക ഹീമോഫീലിയ ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ 17 ലോക ഹീമോഫീലിയ ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ 17 2024 ലോക ഹീമോഫീലിയ ദിനത്തിന്റെ പ്രമേയമായത് ഇക്വിറ്റബിൾ ആക്സസ് ഫോർ ഓൾ, റെക്കഗ്നൈസിംഗ് ഓൾ ബ്ലീഡിംഗ് ഡിസോർഡേഴ്സ് എന്നതാണ്. 2024 ലോക ഹീമോഫീലിയ ദിനത്തിന്റെ പ്രമേയമായത് എല്ലാവർക്കും തുല്യമായ പരിചരണം, എല്ലാ രക്തസ്രാവ വൈകല്യങ്ങളും തിരിച്ചറിയാൻ കഴിയുക, അല്ലെങ്കിൽ ഇക്വിറ്റബിൾ ആക്സസ് ഫോർ ഓൾ, റെക്കഗ്നൈസിംഗ് ഓൾ ബ്ലീഡിംഗ് ഡിസോർഡേഴ്സ് എന്നതാണ്. ലോക ജനസംഖ്യയിൽ ഒന്നാമതെത്തിയ രാജ്യം ഇന്ത്യയാണ്. 144 കോടിയാണ് ഇന്ത്യയിലെ ജനസംഖ്യ. ലോക ജനസംഖ്യയിൽ ഒന്നാമതെത്തിയത് ഇന്ത്യയാണ്. 144 കോടിയാണ് ഇന്ത്യൻ ജനസംഖ്യ. 2ാം സ്ഥാനത്തുള്ളത് ചൈനയാണ്. യുണൈറ്റഡ് നേഷൻസിന്റെ പോപ്പുലേഷൻ ഫണ്ട്സ് ആണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ലോക ജനസംഖ്യയിൽ ഒന്നാമതെത്തിയ രാജ്യം ഇന്ത്യ. 144 കോടിയാണ് നിലവിലെ ജനസംഖ്യ. ടൈം മാഗസിൻ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും സ്വാധീനമുള്ള 100 പേരുടെ ലിസ്റ്റിൽ ഇടം നേടിയ ഇന്ത്യൻ കായിക താരം സാക്ഷി മാലിക്കാണ്. ടൈം മാഗസിൻ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും സ്വാധീനമുള്ള 100 പേരുടെ ലിസ്റ്റിൽ ഇടം നേടിയ ഇന്ത്യൻ കായിക താരം ഗുസ്തി താരമായിട്ടുള്ള സാക്ഷി മാലിക്കാണ്. ഈ 100 പേരുടെ പട്ടികയിൽ ഇടം നേടിയ മറ്റ് ഇന്ത്യക്കാരാണ് ലോകബാങ്കിന്റെ പ്രസിഡന്റായ അജയ് ബംഗ, സിനിമാ താരം ആലിയ ഭട്ട്, മൈക്രോസോഫ്റ്റിന്റെ CEO സത്യ നദല്ല എന്നിവർ. 2024 ഏപ്രിലിൽ ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ്. 2024 ഏപ്രിലിൽ ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ്. 2024 ബാലസാഹിതി പ്രകാശൻ കുഞ്ഞുണ്ണി പുരസ്കാര ജേതാവാണ് മലയത്ത് അപ്പുണ്ണി. 2024 ബാലസാഹിതി പ്രകാശൻ കുഞ്ഞുണ്ണി പുരസ്കാര ജേതാവ് മലയത്ത് അപ്പുണ്ണിയാണ്. കളിസ്ഥലമില്ലാത്ത സ്കൂളുകൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് നിർദ്ദേശിച്ച ഹൈക്കോടതിയാണ് കേരള ഹൈക്കോടതി. കളിസ്ഥലമില്ലാത്ത സ്കൂളുകൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് നിർദ്ദേശിച്ച ഹൈക്കോടതിയാണ് കേരള ഹൈക്കോടതി. 2024 അണ്ടർ 23 ഏഷ്യ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന് വേദിയായത് ഖത്തറാണ്. 2024 അണ്ടർ 23 ഏഷ്യ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന് വേദിയായത് ഖത്തറാണ്. സംസ്ഥാനത്തെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫിലിം സൊസൈറ്റി ആരംഭിച്ച ജില്ല കോഴിക്കോടാണ്. സംസ്ഥാനത്തെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫിലിം സൊസൈറ്റി ആരംഭിച്ച ജില്ല കോഴിക്കോട്. കേരളത്തിലേക്ക് ആദ്യമായി പരീക്ഷണ ഓട്ടം നടത്തിയ ഡബിൾ ഡെക്കർ ട്രെയിനാണ് ഉദയ് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ്. കേരളത്തിലേക്ക് ആദ്യമായി പരീക്ഷണ ഓട്ടം നടത്തിയ ഡബിൾ ഡെക്കർ ട്രെയിനാണ് ഉദയ് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ്. ആറ്റത്തിന്റെ കനത്തിൽ സ്വീഡനിലെ ലിങ്കപ്പിംഗ് സർവകലാശാല ഗവേഷകർ നിർമ്മിച്ച സ്വർണ്ണപ്പാളിക്ക് നൽകിയ പേരാണ് ഗോൾഡൻ. ആറ്റത്തിന്റെ കനത്തിൽ
സ്വീഡനിലെ ലിങ്കപ്പിംഗ് സർവകലാശാല ഗവേഷകർ നിർമ്മിച്ച സ്വർണ്ണപ്പാളിക്ക് നൽകിയിരിക്കുന്ന പേരാണ് ഗോൾഡൻ. സിംഗപ്പൂരിന്റെ പ്രധാനമന്ത്രി ലോറൻസ് വോങ്. സിംഗപ്പൂരിന്റെ പ്രധാനമന്ത്രി ലോറൻസ് വോങ്. 2024 ഏപ്രിലിൽ ഇന്ത്യ ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ ഏത് രാജ്യത്തിനാണ് വിതരണം ചെയ്തത്? ഫിലിപ്പൈൻസിന്. 2024 ഏപ്രിലിൽ ഇന്ത്യ ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ ഏത് രാജ്യത്തിനാണ് വിതരണം ചെയ്തത്? ഫിലിപ്പൈൻസ്. ലോക പൈതൃക ദിനം ഏപ്രിൽ 18 ആണ്. ലോക പൈതൃക ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ 18 ആണ്. 2024 ലോക പൈതൃക ദിനത്തിന്റെ പ്രമേയം വൈവിധ്യങ്ങൾ കണ്ടെത്തുകയും അനുഭവിക്കുകയും ചെയ്യുക. 2024 ലോക പൈതൃക ദിനത്തിന്റെ പ്രമേയം വൈവിധ്യങ്ങൾ കണ്ടെത്തുകയും അനുഭവിക്കുകയും ചെയ്യുക. സ്കൈട്രാക്സ് വേൾഡ് എയർപോർട്ട് സർവേ പ്രകാരം 2024 ഇന്ത്യയിലെയും ദക്ഷിണേഷ്യയിലെയും ഏറ്റവും മികച്ച പ്രാദേശിക വിമാനത്താവളം കെമ്പഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളം ബംഗളൂരു ആണ്. സ്കൈട്രാക്സ് വേൾഡ് എയർപോർട്ട് സർവേ പ്രകാരം 2024 ഇന്ത്യയിലെയും ദക്ഷിണേഷ്യയിലെയും ഏറ്റവും മികച്ച പ്രാദേശിക വിമാനത്താവളമായി തിരഞ്ഞെടുക്കപ്പെട്ടത് കെമ്പഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളം ബംഗളൂരു ആണ്. സ്കൈട്രാക്സ് വേൾഡ് എയർപോർട്ട് സർവേ പ്രകാരം 2024 ലോകത്തിലെ ഏറ്റവും മികച്ച എയർപോർട്ട് ഖത്തറിലെ ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. സ്കൈട്രാക്സ് വേൾഡ് എയർപോർട്ട് സർവേ പ്രകാരം 2024 ലോകത്തിലെ ഏറ്റവും മികച്ച എയർപോർട്ട് ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളം ഖത്തറാണ്. ദൂരദർശൻ TV ചാനലിന്റെ ലോഗോയ്ക്ക് നൽകിയ പുതിയ നിറം കാവിയാണ്, സാഫ്രോൺ ആണ്. ദൂരദർശൻ TV ചാനലിന്റെ ലോഗോയ്ക്ക് നൽകിയിരിക്കുന്ന പുതിയ നിറം സാഫ്രോൺ ആണ്. അപ്പോൾ കുറച്ച് അക്ഷരത്തെറ്റുകളൊക്കെ ഉണ്ട്, ടൈപ്പ് ചെയ്തപ്പോൾ ഉണ്ടായതാണ്. PDF അപ്ലോഡ് ചെയ്യുമ്പോൾ തെറ്റ് തിരുത്തി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ദേശീയ സുരക്ഷാ സേനയുടെ ഡയറക്ടർ ജനറൽ നളിൻ പ്രഭാതാണ്. ദേശീയ സുരക്ഷാ സേനയുടെ ഡയറക്ടർ ജനറൽ നളിൻ പ്രഭാത്. മെനിഞ്ചൈറ്റിസിനെതിരെ ലോകാരോഗ്യ സംഘടന ശുപാർശ ചെയ്ത പുതിയ വാക്സിനാണ് MEN5CV. മെനിഞ്ചൈറ്റിസിനെതിരെ ലോകാരോഗ്യ സംഘടന ശുപാർശ ചെയ്ത പുതിയ വാക്സിൻ നൈജീരിയ പുറത്തിറക്കിയ MEN5CV ആണ്. കൃഷിക്കാവശ്യമായ പമ്പ് സെറ്റ് സൗജന്യമായി സൗരോർജത്തിലേക്ക് മാറ്റുന്ന പദ്ധതിയാണ് PM കുസും യോജന. കൃഷിക്കാവശ്യമായ പമ്പ് സെറ്റ് സൗജന്യമായി സൗരോർജത്തിലേക്ക് മാറ്റുന്ന പദ്ധതിയുടെ പേരാണ് PM കുസും യോജന. ലോക കരൾ ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ 19 ആണ്. ലോക കരൾ ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ 19. മികച്ച ചിത്രത്തിനുള്ള 2024 വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദി ഇയർ അവാർഡിന് അർഹനായത് മുഹമ്മദ് സലേമാണ്. മികച്ച ചിത്രത്തിനുള്ള 2024 വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദി ഇയർ അവാർഡിന് അർഹനായത് മുഹമ്മദ് സലേമാണ്. പലസ്തീൻ സ്വദേശിയായ മുഹമ്മദ് സലേമനാണ് 2024 വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദി ഇയർ അവാർഡിന് അർഹനായത്. ബന്ധുവായ 5 വയസ്സുള്ള കുഞ്ഞിന്റെ മൃതദേഹം മടിയിൽ വെച്ച് വിങ്ങിപ്പൊട്ടുന്ന പലസ്തീൻ വനിതയുടെ ചിത്രം പകർത്തിയതിനാണ് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചത്. ലോക ഭൗമ ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ 22 ആണ്. ലോക ഭൗമ ദിനം അല്ലെങ്കിൽ വേൾഡ് എർത്ത് ഡേ ആയി ആചരിക്കുന്നത് ഏപ്രിൽ 22 ആണ്. 2024 ലോക ഭൗമ ദിനത്തിന്റെ പ്രമേയമായത് പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക് എന്നതാണ്. 2024 ലോക ഭൗമ ദിനത്തിന്റെ പ്രമേയം പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക്. 2024 മിസ് ടീൻ ഇന്റർനാഷണൽ ഇന്ത്യ മത്സരത്തിൽ കിരീടം നേടിയ മലയാളിയാണ് കെസിയ മെജോ. 2024 മിസ് ടീൻ ഇന്റർനാഷണൽ ഇന്ത്യ മത്സരത്തിൽ കിരീടം നേടിയ മലയാളിയാണ് കെസിയ മെജോ. നിർമ്മിത ബുദ്ധി കമ്പനിയായ ഓപ്പൺ എഐയുടെ ഇന്ത്യയിലെ ആദ്യത്തെ ജീവനക്കാരിയാണ് പ്രഗ്യാ മിശ്ര. നിർമ്മിത ബുദ്ധി കമ്പനിയായ ഓപ്പൺ എഐയുടെ ഇന്ത്യയിലെ ആദ്യത്തെ ജീവനക്കാരിയാണ്
പ്രഗ്യ മിശ്ര. ഈ ഓപ്പൺ എഐയുടെ ചാറ്റ് ബോട്ടാണ് ചാറ്റ് GPT എന്ന് പറയുന്നത്. 2024 മൂന്നാമത് ലതാ ദീനാനാഥ് മങ്കേഷ്കർ പുരസ്കാരത്തിന് അർഹനായത് അമിതാഭ് ബച്ചനാണ്. 2024 മൂന്നാമത് ലതാ ദീനാനാഥ് മങ്കേഷ്കർ പുരസ്കാരത്തിന് അർഹനായത് അമിതാഭ് ബച്ചനാണ്. കമ്പ്യൂട്ടർ ചിപ്പ് നിർമ്മാതാക്കളായ ഇന്റലിന്റെ ഇന്ത്യ റീജിയൻ മേധാവിയായി നിയമിതനായ മലയാളിയാണ് സന്തോഷ് വിശ്വനാഥ്. കമ്പ്യൂട്ടർ ചിപ്പ് നിർമ്മാതാക്കളായ ഇന്റലിന്റെ ഇന്ത്യ റീജിയൻ മേധാവിയായി നിയമിതനായ മലയാളിയാണ് സന്തോഷ് വിശ്വനാഥ്. 2024 ആശാൻ യുവകവി പുരസ്കാര ജേതാവാണ് സുബിൻ അമ്പിത്തറയിൽ. 2024 ആശാൻ യുവകവി പുരസ്കാര ജേതാവ് സുബിൻ അമ്പിത്തറയിലാണ്. അദ്ദേഹത്തിനെ പുരസ്കാരത്തിന് അർഹമാക്കിയ കൃതി ഉച്ചാന്തലമേലെ പുലർകാല എന്ന കാവ്യസമാഹാരമാണ്. 2024 ആശാൻ യുവകവി പുരസ്കാര ജേതാവ് സുബിൻ അമ്പിത്തറയിലിനെ പുരസ്കാരത്തിന് അർഹമാക്കിയ കൃതി ഉച്ചാന്തലമേലെ പുലർകാലെ എന്ന കാവ്യസമാഹാരമാണ്. 2023 ആശാൻ യുവകവി പുരസ്കാര ജേതാവ് എസ് കലേഷാണ്. എസ് കലേഷിനെ 2023 ആശാൻ യുവകവി പുരസ്കാരത്തിന് അർഹമാക്കിയ കൃതിയാണ് ആട്ടക്കാരി. 2023 ആശാൻ യുവകവി പുരസ്കാരത്തിന് അർഹനായത് എസ് കലേഷ്, കൃതി ആട്ടക്കാരി. 2024 ഏപ്രിലിൽ ഊർജ പ്രതിസന്ധിയെ തുടർന്ന് ഏത് രാജ്യമാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? ഇക്വഡോർ ആണ്. 2024 ഏത് രാജ്യമാണ് ഊർജ പ്രതിസന്ധിയെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? ഇക്വഡോർ. IPL ചരിത്രത്തിൽ 200 വിക്കറ്റ് കരസ്ഥമാക്കിയ ആദ്യ ബൗളർ യുസ്വേന്ദ്ര ചഹലാണ്. IPL ചരിത്രത്തിൽ ആദ്യമായി 200 വിക്കറ്റ് കരസ്ഥമാക്കിയ ആദ്യ ബൗളറാണ് യുസ്വേന്ദ്ര ചഹൽ. അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ ആദ്യത്തെ വനിതാ വൈസ് ചാൻസലറാണ് നൈമ ഖാത്തൂൻ. അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ ആദ്യത്തെ വനിതാ വൈസ് ചാൻസലറാണ് നൈമ ഖാത്തൂൻ. 2024 ഹെൽത്ത് ഫോർ ഓൾ ചലച്ചിത്രമേളയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി വിദ്യാർത്ഥി തയ്യാറാക്കിയ ഹ്രസ്വചിത്രമാണ് ദി റൂം വിത്തിൻ. 2024 ഹെൽത്ത് ഫോർ ഓൾ ചലച്ചിത്രമേളയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി വിദ്യാർത്ഥി തയ്യാറാക്കിയ ഹ്രസ്വചിത്രമാണ് ദി റൂം വിത്തിൻ. ഈ ചിത്രം സംവിധാനം ചെയ്തത് കോഴിക്കോട് സ്വദേശിയായ PA അശ്വിനാണ്. പ്രീ സ്കൂൾ അല്ലെങ്കിൽ അങ്കണവാടി കുട്ടികൾക്കായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പാഠ്യപദ്ധതിയാണ് ആധാർശില. പ്രീ സ്കൂൾ അല്ലെങ്കിൽ അങ്കണവാടി കുട്ടികൾക്കായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പാഠ്യപദ്ധതിയാണ് ആധാർശില. കാനഡയിൽ വെച്ച് നടന്ന ഫിഡെ കാൻഡിഡേറ്റ്സ് ചെസ് ടൂർണമെന്റിൽ ജേതാവായ ഇന്ത്യൻ താരം ഡി ഗുകേഷ് ആണ്. കാനഡയിൽ വെച്ച് നടന്ന ഫിഡെ കാൻഡിഡേറ്റ്സ് ചെസ് ടൂർണമെന്റിൽ ജേതാവായ ഇന്ത്യൻ താരമാണ് ഡി ഗുകേഷ്. ഈ ടൂർണമെന്റിൽ ജേതാവാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ഗുകേഷ്. വിശ്വനാഥൻ ആനന്ദിന് ശേഷം ഫിഡെ കാൻഡിഡേറ്റ്സ് ചെസ് ടൂർണമെന്റിൽ ജേതാവാകുന്ന ഇന്ത്യൻ താരം കൂടിയാണ് ഡി ഗുകേഷ്. കാൻഡിഡേറ്റ്സ് വനിതാ ചെസ് കിരീടം നേടിയത് ചൈനയുടെ ടാൻ യോങ് ഇ ആണ്. കാൻഡിഡേറ്റ്സ് ചെസ് വനിതാ കിരീടം നേടിയത് ചൈനയുടെ ടാൻ യോങ് ഇ ആണ്. വേൾഡ് ബുക്ക് ആൻഡ് കോപ്പിറൈറ്റ് ഡേ ആയി ആചരിക്കുന്നത് ഏപ്രിൽ 23 ആണ്. വേൾഡ് ബുക്ക് ആൻഡ് കോപ്പിറൈറ്റ് ഡേ ആയി ആചരിക്കുന്നത് ഏപ്രിൽ 23 ആണ്. 2024 വേൾഡ് ബുക്ക് ആൻഡ് കോപ്പിറൈറ്റ് ഡേയുടെ പ്രമേയമായത് റീഡ് യുവർ വേ എന്നതാണ്. 2024 വേൾഡ് ബുക്ക് ആൻഡ് കോപ്പിറൈറ്റ് ഡേയുടെ പ്രമേയം റീഡ് യുവർ വേ. 2024 ചൈനീസ് ഗ്രാൻഡ് പ്രീ കാറോട്ട മത്സര ജേതാവ് മാക്സ് വെസ്തപ്പൻ ആണ്. നെതർലൻഡിന്റെ മാക്സ് വെസ്തപ്പൻ ആണ് 2024 ചൈനീസ് ഗ്രാൻഡ് പ്രീ കാറോട്ട മത്സര ജേതാവ്. എക്സർസൈസ് പൂർവി ലഹർ 2024 എന്ന പേരിൽ സൈനിക അഭ്യാസം നടത്തിയ സേന ഇന്ത്യൻ നാവികസേനയാണ്. എക്സർസൈസ് പൂർവി ലഹർ 2024 എന്ന പേരിൽ സൈനിക അഭ്യാസം നടത്തിയ സേനയാണ് ഇന്ത്യൻ നാവികസേന. അടുത്തിടെ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് കാപ്പിപ്പൊടി നിർമ്മിച്ച രാജ്യം ഫിൻലാൻഡ് ആണ്. അടുത്തിടെ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് കാപ്പിപ്പൊടി നിർമ്മിച്ച രാജ്യം ഫിൻലാൻഡ്.
ഹ്വസാൽ 1RA3 ക്രൂയിസ് മിസൈൽ പരീക്ഷിച്ച രാജ്യം ഉത്തര കൊറിയയാണ്. ഹ്വസാൽ 1RA3 ക്രൂയിസ് മിസൈൽ പരീക്ഷിച്ച രാജ്യം ഉത്തര കൊറിയയാണ്. ഇന്ത്യൻ നാവികസേനയുടെ ഉപമേധാവി വൈസ് അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥനാണ്. ഇന്ത്യൻ നാവികസേനയുടെ ഉപമേധാവി വൈസ് അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥൻ. 2024 വേൾഡ് ഫ്യൂച്ചർ എനർജി സമ്മിറ്റിന് വേദിയായ നഗരം അബുദാബിയാണ്. 2024 വേൾഡ് ഫ്യൂച്ചർ എനർജി സമ്മിറ്റിന് വേദിയായ നഗരം അബുദാബിയാണ്. 2024 ലോറസ് സ്പോർട്സ്മാൻ ഓഫ് ദി ഇയർ പുരസ്കാര ജേതാവ് ടെന്നീസ് താരം നൊവാക് ജോക്കോവിച്ച് ആണ്. 2024 ലോറസ് സ്പോർട്സ്മാൻ ഓഫ് ദി ഇയർ പുരസ്കാര ജേതാവ് നൊവാക് ജോക്കോവിച്ച് ആണ്. 2024 ലോറസ് അവാർഡ്സിൽ മികച്ച വനിതാ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് സ്പാനിഷ് ഫുട്ബോൾ താരം എയ്റ്റാന ബോൺമാറ്റിയാണ്. 2024 ലോറസ് അവാർഡ്സിൽ മികച്ച വനിതാ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് സ്പാനിഷ് ഫുട്ബോൾ താരമായ എയ്റ്റാന ബോൺമാറ്റിയാണ്. 2024 ലോറസ് അവാർഡ്സിൽ മികച്ച ടീമിനുള്ള പുരസ്കാരം നേടിയത് സ്പെയിൻ വനിതാ ഫുട്ബോൾ ടീമാണ്. 2024 ലോറസ് അവാർഡ്സിൽ മികച്ച ടീമിനുള്ള പുരസ്കാരം നേടിയത് സ്പെയിന്റെ വനിതാ ഫുട്ബോൾ ടീമാണ്. 2024 ലോറസ് അവാർഡ്സിൽ മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ടെന്നീസ് താരം നൊവാക് ജോക്കോവിച്ച് ആണ്. 2024 ലോറസ് അവാർഡ്സിൽ മികച്ച വനിതാ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് സ്പെയിന്റെ ഫുട്ബോൾ വനിതാ താരമായ എയ്റ്റാന ബോൺമാറ്റിയാണ്. 2024 ലോറസ് അവാർഡ്സിൽ മികച്ച ടീമിനുള്ള പുരസ്കാരം നേടിയത് സ്പെയിന്റെ വനിതാ ഫുട്ബോൾ ടീമുമാണ്. 2024 ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഫ്രാൻസിന്റെ സ്ട്രാസ്ബർഗ് ആണ്. 2024 ലോക പുസ്തക തലസ്ഥാനം ഫ്രാൻസിലെ സ്ട്രാസ്ബർഗ് ആണ്. 2025 ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുത്തത് ബ്രസീലിലെ റിയോ ഡി ജനീറോയാണ്. 2025 ലോക പുസ്തക തലസ്ഥാനം റിയോ ഡി ജനീറോ ബ്രസീലാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ശതമാനം വേഗത്തിൽ ജനങ്ങളെ അറിയിക്കാൻ പുറത്തിറക്കിയ ആപ്പാണ് വോട്ടർ ടേൺ ഔട്ട് ആപ്പ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ശതമാനം വേഗത്തിൽ ജനങ്ങളെ അറിയിക്കാൻ പുറത്തിറക്കിയ ആപ്ലിക്കേഷനാണ് വോട്ടർ ടേൺ ഔട്ട് ആപ്പ്. 2024 അണ്ടർ 20 ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ദുബായ് ആണ്. 2024 അണ്ടർ 20 ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ദുബായ്. 2023 ഏറ്റവും കൂടുതൽ പ്രകൃതി ദുരന്തമുണ്ടായ ഭൂഖണ്ഡം ഏഷ്യയാണ്. 2023 ഏറ്റവും കൂടുതൽ പ്രകൃതി ദുരന്തമുണ്ടായ ഭൂഖണ്ഡം ഏഷ്യയാണ്. ദേശീയ പഞ്ചായത്തി രാജ് ദിനം ഏപ്രിൽ 24 ദേശീയ പഞ്ചായത്തി രാജ് ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ 24. നാഷണൽ ഫിലിം അക്കാദമി ചെയർമാൻ ഡോക്ടർ പോൾ മണലിലാണ്. നാഷണൽ ഫിലിം അക്കാദമി ചെയർമാൻ ഡോക്ടർ പോൾ മണലിൽ. അർബുദ രോഗത്തെ തടയാൻ സഹായിക്കുന്നതിനു വേണ്ടി സിന്തറ്റിക് ആന്റിജൻ വികസിപ്പിച്ചത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂരാണ്. പായ്ക്കപ്പലിൽ ലോകസഞ്ചാരം നടത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതാ നാവികരിൽ ഉൾപ്പെട്ട മലയാളിയാണ് കെ ദിൽന. പായ്ക്കപ്പലിൽ ലോകസഞ്ചാരം നടത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതാ നാവികരിൽ ഉൾപ്പെട്ട മലയാളിയാണ് കെ ദിൽന. നാവികസേനയിലെ ലഫ്റ്റനന്റ് കമാൻഡർ ആണ് കെ ദിൽന. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സൂററ്റ് മണ്ഡലത്തിൽ നിന്ന് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് മുകേഷ് ദലാൽ. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സൂററ്റ് മണ്ഡലത്തിൽ നിന്നും എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് മുകേഷ് ദലാൽ. ഛിന്നഗ്രഹത്തെ കണ്ടെത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരൻ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ മലയാളിയാണ് ശ്രേയസ്. ഛിന്നഗ്രഹത്തെ കണ്ടെത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരൻ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ മലയാളി ശ്രേയസ് എന്ന 13 വയസ്സുകാരനാണ്. നാസയുടെ സഹായത്തോടെയാണ് ഛിന്നഗ്രഹത്തെ ശ്രേയസ് കണ്ടെത്തിയത്. 2024 മഞ്ഞപ്പാര മത്സ്യത്തിന്റെ കൃത്രിമ വിത്തുൽപാദന സാങ്കേതിക വിദ്യ വിജയകരമായി വികസിപ്പിച്ചത് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. 2024 മഞ്ഞപ്പാര മത്സ്യത്തിന്റെ
കൃത്രിമ വിത്തുൽപാദന സാങ്കേതിക വിദ്യ വിജയകരമായി വികസിപ്പിച്ചത് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ CMFRI ആണ്. ഇന്തോനേഷ്യയിലെ UN റെസിഡന്റ് കോർഡിനേറ്ററായി നിയമിതയായ ഇന്ത്യൻ വംശജയാണ് ഗീത സഭർവാൾ. ഇന്തോനേഷ്യയിലെ UN റെസിഡന്റ് കോർഡിനേറ്ററായി നിയമിതയായ ഇന്ത്യൻ വംശജ ഗീത സഭർവാൾ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽ പാലം നിലവിൽ വന്നത് രാമേശ്വരത്താണ്. ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽ പാലം നിലവിൽ വന്നത് രാമേശ്വരത്താണ്. 2023 ലോകത്തിൽ സൈനിക ആവശ്യങ്ങൾക്കായി ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന രാജ്യമായത് USA ആണ്. 2023 സൈനിക ആവശ്യങ്ങൾക്കായി ലോകത്തെ ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന രാജ്യമായത് USA ആണ്. ഇന്ത്യ 4ാം സ്ഥാനത്താണ്. 2ാം സ്ഥാനത്ത് ചൈനയും 3ാം സ്ഥാനത്ത് റഷ്യയുമാണ്. 2024 ICC പുരുഷ T20 ലോകകപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർമാരായിരുന്നത് ഉസൈൻ ബോൾട്ട്, ക്രിസ് ഗെയിൽ, യുവരാജ് സിംഗ് എന്നിവരാണ്. 2024 ICC പുരുഷ T20 ലോകകപ്പിന്റെ അംബാസിഡർമാരായിരുന്നത് ഉസൈൻ ബോൾട്ട്, ക്രിസ് ഗെയിൽ, യുവരാജ് സിംഗ് എന്നിവരാണ്. 2024 ICC പുരുഷ T20 ലോകകപ്പിന് വേദിയായ രാജ്യങ്ങൾ വെസ്റ്റ് ഇൻഡീസും USAയുമാണ്. 2024 ICC പുരുഷ T20 ലോകകപ്പിന് വേദിയായ രാജ്യങ്ങൾ വെസ്റ്റ് ഇൻഡീസും USAയുമാണ്. സംസ്ഥാനത്തെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ മാതൃകാ പോളിംഗ് ബൂത്ത് ഒരുക്കിയ ജില്ലാ ഭരണകൂടം തിരുവനന്തപുരമാണ്. സംസ്ഥാനത്തെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ മാതൃകാ പോളിംഗ് ബൂത്ത് ഒരുക്കിയ ജില്ലാ ഭരണകൂടം തിരുവനന്തപുരമാണ്. 2024 ജനുവരി മാർച്ചിലെ റിപ്പോർട്ട് അനുസരിച്ച് ഡേറ്റാ വിനിമയത്തിൽ ലോകത്തിൽ ഒന്നാമതെത്തിയ മൊബൈൽ സേവന കമ്പനി റിലയൻസ് ജിയോയാണ്. 2024 ജനുവരി മുതൽ മാർച്ച് വരെയുള്ള റിപ്പോർട്ടിൽ അനുസരിച്ചിട്ട് ഡേറ്റാ വിനിമയത്തിൽ ലോകത്തിൽ ഒന്നാമതെത്തിയ മൊബൈൽ സേവന കമ്പനി റിലയൻസ് ജിയോയാണ്. ഭിന്നശേഷി കുട്ടികൾക്കായി ഗ്രീൻ തെറാപ്പി ഗാർഡൻ സജ്ജമാക്കിയ കേരളത്തിലെ ആദ്യത്തെ സ്കൂൾ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ മാടായി ആണ്. ഭിന്നശേഷി കുട്ടികൾക്കായി ഗ്രീൻ തെറാപ്പി ഗാർഡൻ സജ്ജമാക്കിയ കേരളത്തിലെ ആദ്യത്തെ സ്കൂളാണ് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ മാടായി. ലോക പ്രതിരോധ കുത്തിവയ്പ് വാരമായി ആചരിക്കുന്നത് ഏപ്രിൽ 24 മുതൽ ഏപ്രിൽ 30 വരെയാണ്. ലോക പ്രതിരോധ കുത്തിവയ്പ് വാരമായി ആചരിക്കുന്നത് ഏപ്രിൽ 24 മുതൽ ഏപ്രിൽ 30 വരെയാണ്. 2024 ലോക പ്രതിരോധ കുത്തിവയ്പ് വാരത്തിന്റെ പ്രമേയമായത് ഹ്യൂമൻലി പോസിബിൾ ഇമ്മ്യൂണൈസേഷൻ ഫോർ ഓൾ എന്നതാണ്. 2024 ലോക പ്രതിരോധ കുത്തിവയ്പ് വാരത്തിന്റെ പ്രമേയമായത് ഹ്യൂമൻലി പോസിബിൾ ഇമ്മ്യൂണൈസേഷൻ ഫോർ ഓൾ എന്നതാണ്. ലോക മലേറിയ ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ 25 ആണ്. ലോക മലേറിയ ദിനം ഏപ്രിൽ 25. 2024 ലോക മലേറിയ ദിനത്തിന്റെ പ്രമേയമായത് ആക്സിലറേറ്റിംഗ് ദ ഫൈറ്റ് അഗൈൻസ്റ്റ് മലേറിയ ഫോർ എ ഇക്വിറ്റബിൾ വേൾഡ് എന്നതാണ്. 2024 ലോക മലേറിയ ദിനത്തിന്റെ പ്രമേയമായത് ആക്സിലറേറ്റിംഗ് ദ ഫൈറ്റ് അഗെയിൻസ്റ്റ് മലേറിയ ഫോർ എ മോർ ഇക്വിറ്റബിൾ വേൾഡ് എന്നതാണ്. അന്താരാഷ്ട്ര ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ദിനം ഏപ്രിൽ 26 ആണ്. അന്താരാഷ്ട്ര ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ദിനം ഏപ്രിൽ 26. 2024 അമ്പെയ്ത്ത് ലോകകപ്പിൽ ഹാട്രിക് സ്വർണം നേടിയ ഇന്ത്യൻ താരം ജ്യോതി സുരേഖ വെന്നമാണ്. 2024 അമ്പെയ്ത്ത് ലോകകപ്പിൽ ഹാട്രിക് സ്വർണം നേടിയ ഇന്ത്യൻ താരമാണ് ജ്യോതി സുരേഖ വെന്ന. 2024 അമ്പെയ്ത്ത് ലോകകപ്പിൽ പുരുഷ വിഭാഗം റിക്കർവ് ഇനത്തിൽ സ്വർണം നേടിയ രാജ്യം ഇന്ത്യയാണ്. 2024 അമ്പെയ്ത്ത് ലോകകപ്പിൽ പുരുഷ വിഭാഗം റിക്കർവ് ഇനത്തിൽ സ്വർണം നേടിയ രാജ്യം ഇന്ത്യയാണ്. 2024 അമ്പെയ്ത്ത് ലോകകപ്പ് സ്റ്റേജ് 1 കിരീടം നേടിയത് ഇന്ത്യയാണ്. 2024 അമ്പെയ്ത്ത് ലോകകപ്പ് സ്റ്റേജ് 1 കിരീടം നേടിയ രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യ 5 സ്വർണവും 2 വെള്ളിയും 1 വെങ്കലവുമാണ് നേടിയത്.
അടുത്തിടെ വാഗമൺ മലനിരകളിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം സസ്യമാണ് ലിറ്റ്സിയ വാഗമണിക. അടുത്തിടെ വാഗമൺ മലനിരകളിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം സസ്യമാണ് ലിറ്റ്സിയ വാഗമണിക. 2024 ഏപ്രിലിൽ ചൈനയുടെ ബഹിരാകാശ പദ്ധതിയുടെ ഭാഗമായി ടിയാൻഗോങ് ബഹിരാകാശ നിലയത്തിലേക്ക് 3 അംഗ സംഘത്തെ അയച്ച പേടകമാണ് ചെൻഷൗ 18. 2024 ഏപ്രിലിൽ ചൈനയുടെ ബഹിരാകാശ പദ്ധതിയുടെ ഭാഗമായി ടിയാൻഗോങ് ബഹിരാകാശ നിലയത്തിലേക്ക് 3 അംഗ സംഘത്തെ അയച്ച പേടകമാണ് ചെൻഷൗ 18. ബഹിരാകാശത്തെ ആണവായുധ മത്സരം തടയുന്നതിനുള്ള UN പ്രമേയത്തെ വീറ്റോ ചെയ്ത രാജ്യം റഷ്യയാണ്. വിനാശകരമായ ആയുധങ്ങൾ ബഹിരാകാശത്ത് വിന്യസിക്കുന്നതിൽ നിന്ന് രാഷ്ട്രങ്ങൾ വിട്ടുനിൽക്കണമെന്നാവശ്യപ്പെട്ടാണ് അമേരിക്കയും ജപ്പാനും ചേർന്ന് UN-ൽ പ്രമേയം അവതരിപ്പിച്ചത്. ഈ പ്രമേയത്തെ റഷ്യ വീറ്റോ ചെയ്തു. ബഹിരാകാശത്തെ ആണവായുധ മത്സരം തടയുന്നതിനുള്ള UN പ്രമേയത്തെ വീറ്റോ ചെയ്ത രാജ്യം റഷ്യ. പ്രമേയം അവതരിപ്പിച്ചത് അമേരിക്കയും ജപ്പാനും ചേർന്നാണ്. കേരളത്തിൽ ആദ്യമായി ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച ജില്ല പാലക്കാട് ജില്ലയാണ്. കേരളത്തിൽ ആദ്യമായി ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച ജില്ല പാലക്കാട് ജില്ലയാണ്. ലോക തൊഴിലിട സുരക്ഷാ ആരോഗ്യ ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ 28 ലോക തൊഴിലിട സുരക്ഷാ ആരോഗ്യ ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ 28. റിസർവ് ബാങ്കിന്റെ പ്രോഗ്രാമബിൾ CBDC പൈലറ്റ് പദ്ധതി ആദ്യമായി നടപ്പാക്കിയ ബാങ്ക് ഇൻഡസ്ഇൻഡ് ബാങ്ക് ആണ്. റിസർവ് ബാങ്കിന്റെ പ്രോഗ്രാമബിൾ CBDC പൈലറ്റ് പദ്ധതി ആദ്യമായി നടപ്പാക്കിയ ബാങ്ക് ഇൻഡസ്ഇൻഡ് ബാങ്ക് ആണ്. CBDCയുടെ പൂർണ്ണരൂപം സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി എന്നാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായി പ്രവർത്തിക്കാൻ അനുമതി ലഭിച്ച തുറമുഖമാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായി പ്രവർത്തിക്കാൻ അനുമതി ലഭിച്ച തുറമുഖം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖമാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റത്തൂൺ മേൽപ്പാലം നിലവിൽ വരുന്നത് കാസർഗോഡാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റത്തൂൺ മേൽപ്പാലം നിലവിൽ വരുന്നത് കാസർഗോഡാണ്. 2024 17 കോടി രൂപയ്ക്ക് ലേലത്തിൽ വിറ്റുപോയ രാജാ രവിവർമ്മ ചിത്രമാണ് മോഹിനി. 2024 17 കോടി രൂപയ്ക്ക് ലേലത്തിൽ വിറ്റുപോയ രാജാ രവിവർമ്മ ചിത്രമാണ് മോഹിനി. ലോക നൃത്ത ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ 29 ലോക നൃത്ത ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ 29. 2024 തോമസ് കപ്പ്, യൂബർ കപ്പ് മത്സരങ്ങൾക്ക് വേദിയായത് ചൈനയിലെ ചെങ്ദു ആണ്. 2024 തോമസ് കപ്പ്, യൂബർ കപ്പ് മത്സരങ്ങൾക്ക് വേദിയായത് ചൈനയിലെ ചെങ്ദു ആണ്. എ മാസ്ക് ദി കളർ ഓഫ് ദി സ്കൈ എന്ന നോവലിന്റെ രചയിതാവ് ബാസിം ഖൻദാഗ്ജി ആണ്. എ മാസ്ക് ദി കളർ ഓഫ് ദി സ്കൈ എന്ന നോവലിന്റെ രചയിതാവ് ബാസിം ഖൻദാഗ്ജി ആണ്. 2 പതിറ്റാണ്ടിലേറെയായി ഇസ്രയേൽ ജയിലിൽ കഴിയുന്ന പലസ്തീൻ സാഹിത്യകാരനാണ് ബാസിം ഖൻദാഗ്ജി. 2024 നടന്ന ഇന്റർ ഗവൺമെന്റൽ നെഗോഷിയേറ്റിംഗ് കമ്മിറ്റി ഓൺ പ്ലാസ്റ്റിക് പൊല്യൂഷന്റെ 4ാമത്തെ സെഷന് വേദിയായത് കാനഡയിലെ ഒട്ടാവയാണ്. 2024 ഇന്റർ ഗവൺമെന്റൽ നെഗോഷിയേറ്റിംഗ് കമ്മിറ്റി ഓൺ പ്ലാസ്റ്റിക് പൊല്യൂഷന്റെ 4ാമത്തെ സെഷന് വേദിയായത് കാനഡയിലെ ഒട്ടാവ. 2024 നടന്ന ICC 2020 പുരുഷ ലോകകപ്പ് ടീമിൽ ഉൾപ്പെട്ട മലയാളിയാണ് സഞ്ജു സാംസൺ. 2024 നടന്ന ICC 2020 പുരുഷ ലോകകപ്പ് ടീമിൽ ഉൾപ്പെട്ട മലയാളി സഞ്ജു വി സാംസൺ ആണ്. സുനിൽ വത്സനും ശ്രീശാന്തിനും ശേഷം ഇന്ത്യൻ ലോകകപ്പ് ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയ മലയാളിയാണ് സഞ്ജു സാംസൺ. സുനിൽ വത്സനും ശ്രീശാന്തിനും ശേഷം ഇന്ത്യൻ ലോകകപ്പ് ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയ മലയാളിയാണ് സഞ്ജു സാംസൺ. 2024 സ്വവർഗരതി ക്രിമിനൽ കുറ്റമാക്കി ബില്ല് പാസാക്കിയ രാജ്യം ഇറാഖാണ്. 2024 സ്വവർഗരതി ക്രിമിനൽ കുറ്റമാക്കി ബില്ല് പാസാക്കിയ രാജ്യം ഇറാഖ്. കേരളത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്ന തീയതി 2024 ഏപ്രിൽ 26 കേരളത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നത് 2024 ഏപ്രിൽ 26
2024 ഗോൾഡ്മാൻ എൻവിയോൺമെന്റൽ പ്രൈസ് നേടിയ ഇന്ത്യക്കാരൻ അലോക് ശുക്ലയാണ്. 2024 ഗോൾഡ്മാൻ എൻവിയോൺമെന്റൽ പ്രൈസ് നേടിയ ഇന്ത്യക്കാരൻ അലോക് ശുക്ലയാണ്. ഹരിത നൊബേൽ എന്നറിയപ്പെടുന്ന പുരസ്കാരമാണ് ഗോൾഡ്മാൻ എൻവിയോൺമെന്റൽ പുരസ്കാരം. ഛത്തീസ്ഗഡിലെ 5 ലക്ഷം ഏക്കർ വനഭൂമി സംരക്ഷിച്ച പരിസ്ഥിതി പ്രവർത്തകനാണ് അലോക് ശുക്ല. 2024 ഗോൾഡ്മാൻ എൻവിയോൺമെന്റൽ പ്രൈസ് നേടിയ ഇന്ത്യക്കാരനാണ് അലോക് ശുക്ല. 2024 ഏപ്രിലിൽ കനത്ത മഴയെ തുടർന്ന് തകർന്ന കിജാബെ അണക്കെട്ട് ഏത് രാജ്യത്താണ്? കെനിയയിലാണ്. 2024 ഏപ്രിലിൽ കനത്ത മഴയെ തുടർന്ന് തകർന്ന കിജാബെ അണക്കെട്ട് ഏത് രാജ്യത്താണ്? കെനിയ.